40 തരത്തിലുള്ള ആഭിചാരങ്ങൾ എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയം നമ്മൾ പഠിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അനേകം ക്രിസ്തീയ വിശ്വാസികൾക്ക് അവർ കടന്നു പോകുന്ന ആത്മീയ വിഷയങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് പരിജ്ഞാനമില്ല. അപ്പോൾ ആ പരിജ്ഞാനത്തിൻ്റെ അഭാവം മുഖേന പലപ്പോഴും ക്രിസ്തീയ വിശ്വാസികൾ പല രീതിയിലുള്ള ബന്ധനങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു, പല ചങ്ങലകൾക്കകത്ത് അവർ പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആഴത്തിലൊരു ബോധ്യം കൊടുക്കുവാനും അതിനകത്തുനിന്ന് എങ്ങനെ ഡെലിവറൻസുകൾ എടുക്കണം എന്നതൊക്കെ സംസാരിക്കുവാനുമാണ് ശരിക്കും ഇങ്ങനൊരു വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. 40 ടൈപ്സ് ഓഫ് വിച്ച്ക്രാഫ്റ്റ് എക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്നൊരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആദ്യമായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ആത്മീയ തലങ്ങളിൽ അറിവ് എന്ന് പറയുന്നത് ശക്തിയാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആത്മീയ തലങ്ങളിൽ സ്പിരിച്വൽ തലത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പവർ നേടണമെങ്കിൽ എന്താണ്, ആത്മീയ അറിവ് നമുക്ക് വേണം. കാരണം ആത്മീയ തലത്തിൽ എന്താണ്, നോളജ് ഈസ് പവർ. പലപ്പോഴും സ്പിരിച്വൽ റാങ്കിങ് എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സഭകളിലും നമ്മുടെ കൂട്ടായ്മകളിലും ഒക്കെ പലപ്പോഴും ദുരാത്മാക്കൾ വെളിപ്പെടാൻ പോലും തയ്യാറാകാത്തതിൻ്റെ കാരണം എന്താണ്, പലപ്പോഴും ഒരു സഫിഷ്യൻറ്റ് റാങ്ക് ഇല്ലെങ്കിൽ, ആത്മീയ തലത്തിൽ ഒരു പ്രത്യേക അധികാരവും ശക്തി ഇല്ലെങ്കിൽ ഈ ദുരാത്മാക്കൾ മാനിഫെസ്റ്റ് ചെയ്യത്തു പോലുമില്ല. അപ്പോൾ പലപ്പോഴും സഭകളിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നു, പക്ഷേ നസ്രത്ത് മിനിസ്ട്രീസിൻ്റെയൊക്കെ ഡെലിവറൻസ് മീറ്റിങ്ങിൽ വരുമ്പോൾ ദുരാത്മാക്കൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ദ റീസൺ ഈസ് ബിക്കോസ് ആത്മീയ അറിവ് നമ്മൾ പ്രാപിക്കും തോറും നമുക്ക് ആത്മീയ തലങ്ങൾക്കകത്ത് റാങ്കിങ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അത് ദൈവരാജ്യത്തിലും ആ സ്പിരിച്വൽ റാങ്കിങ് ഉണ്ട്, സാത്താൻ്റെ കിങ്ഡത്തിലും ആ റാങ്കിങ് ഉണ്ട്. സ്പിരിച്വൽ റാങ്കിങ് എന്ന വിഷയം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം, കാരണം മിനിസ്ട്രിയിലൂടെ നമ്മൾ പലതവണ സംസാരിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആത്മീയ തലത്തിൽ നമുക്ക് എന്തിനെയെങ്കിലും ഓവർ പവർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ സാത്താനിക ദുരാത്മാക്കളെ ഓവർ പവർ ചെയ്ത് അവരെ കീഴടക്കണമെങ്കിൽ എന്താണ്, സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും അവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതികളെക്കുറിച്ചും നല്ല ഗ്രാഹ്യവും അറിവും ഉണ്ടാകണം. കാരണം ആത്മീയ തലത്തിൽ എന്താണ്, അറിവെന്ന് പറയുന്നത് ശക്തിയാണ്. ഓക്കെ, ഇനി പലപ്പോഴും നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അറിവില്ലായ്മയുടെ ഒരു ഇരയാണ്. വി ആർ എ വിക്ടിം ഓഫ് അവർ ഇഗ്നറൻസ്. അപ്പം അറിവില്ലായ്മ എന്താണ്, ഒരു വലിയ കേഴ്സാണ്, അതൊരു വലിയ ശാപമാണ്. അറിവില്ലായ്മ വലിയൊരു ഇരുട്ടാണ്, അത് നമ്മളെ ബന്ധിക്കും, അത് നമ്മളെ ചങ്ങലക്കിടും. അപ്പോൾ ഈ നസ്രത്ത് മിനിസ്ട്രീസിലൂടെ പലപ്പോഴും ആഴത്തിലുള്ള ആത്മീയ ബോധ്യങ്ങൾ വ്യക്തികളിലേക്ക് പകരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും നിങ്ങളുടെ ലൈഫിനകത്ത് ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ ആഴത്തിലുള്ള ആത്മീയ ബോധ്യങ്ങൾ, അവരുടെ സ്ട്രാറ്റജികൾ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അവർക്ക് പിന്നീട് മറഞ്ഞിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണ് ആ ഡിമോണിക് സ്പിരിറ്റുകൾ പുറത്തു വരുന്നത്. അപ്പം പലപ്പോഴും ഡെലിവറൻസ് റിലേറ്റഡുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്രിസ്തീയ ഗോളങ്ങളിലോ ക്രിസ്തീയ സഭകളിലോ വളരെ ചുരുക്കമായിട്ട് പല ആൾക്കാരും പഠിപ്പിക്കാറുള്ളൂ. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്നും ക്രിസ്തീയ വിശ്വാസികൾ ചങ്ങലയ്ക്കകത്തും കെട്ടുകൾക്കകത്തും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. അവരുടെ പ്രോഗ്രസ്, അവരുടെ ആക്സിലറേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. എന്നിട്ട് അതെല്ലാം സഹനമാണ് എന്ന് വിശ്വസിച്ച് അവസാനം വരെ ഒരു സാധാരണ മനുഷ്യനായി മരിച്ച് ഹല്ലേലൂയ യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പലപ്പോഴും നമ്മൾ പോവുകയാണ്. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയല്ല കർത്താവ് നമ്മളെ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അയച്ചത്. കർത്താവ് പറയുന്നു, വളരെ വിസ്മയനീയമായി എന്നെയും നിങ്ങളെയും കർത്താവ് സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പർപ്പസുകൾ, അസൈൻമെൻറ്റുകൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പർപ്പസുകൾ ഈ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ ഡെലിവറൻസ് കൂടിയേ മതിയാവും. ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് ഡെലിവറൻസുകൾ സംഭവിക്കാതെ പർപ്പസിലേക്ക് നടന്നെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയുടെ ഇരയാണ് പലപ്പോഴും നമ്മൾ. അപ്പം ഈ അറിവില്ലായ്മ, ഇഗ്നറൻസ് അല്ലെങ്കിൽ ആത്മീയ അറിവ് നേടാത്ത വ്യക്തികളെ ദൈവം പോലും തിരസ്കരിച്ചിരിക്കുകയാണെന്ന് ദൈവവചനം പറയുന്നു. അതെൻ്റെ ഒരു അഭിപ്രായമല്ല, മറിച്ച് ഹോസിയ പ്രവചനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എൻ്റെ ജനം അറിവില്ലായ്മ മൂലം നശിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവരെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ബിക്കോസ് ദേ ഹാവ് റിജക്റ്റഡ് ദ നോളജ്, അവർ അറിവിനെ തിരസ്കരിച്ചു. എന്നിട്ട് ആ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന വാക്യം നിങ്ങൾ മലയാളം ബൈബിളിലും പോയി ഒന്ന് വായിച്ചു നോക്കണം. അവിടെ പറയുന്നു, ഐ ഓൾസോ വിൽ റിജക്റ്റ് യു ഫ്രം ബീങ് പ്രീസ്റ്റ് ഫോർ മീ. എൻ്റെ പുരോഹിതനാകുന്നതിൽ നിന്ന് നിന്നെയും ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. കാരണം എന്താണ്, അറിവിനെ നീ തിരസ്കരിച്ചു, അറിവ് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇത്രയൊക്കെ അറിവ് മതി, യേശുവിനെക്കുറിച്ചൊരു അറിവുണ്ട്, യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് അറിവുണ്ട്, അതൊക്കെ മതി, പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊരു അറിവുണ്ട്, അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധാരണ അറിവും കൊണ്ട് നിങ്ങൾ ഇരുന്നാൽ ഒരു സാധാരണ വ്യക്തിയെപ്പോലെ നിങ്ങൾ ജീവിച്ച് മരിച്ച് അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ എത്രമാത്രം ആത്മീയ അറിവുകൾ, ആത്മീയ മർമ്മങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുന്നോ അത്ര കണ്ട് നിങ്ങൾക്ക് ഡെലിവറൻസുകൾ സംഭവിക്കുകയും നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും.
അപ്പോൾ നസ്രത്ത് മിനിസ്ട്രീസിൻ്റെ ഒരു പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് എല്ലാ കേൾവിക്കാരെയും ഈ അന്ത്യകാലത്ത് ദൈവ ശുശ്രൂഷകരാക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മുടെ എല്ലാ സബ്ജക്റ്റുകളും നമ്മളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദയവ് ചെയ്ത് ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രം നിങ്ങൾ ഈ മിനിസ്ട്രി ഫോളോ ചെയ്തിട്ട്, കാരണം നിങ്ങൾ ഈ മിനിസ്ട്രിയുടെ പഴയ മെസ്സേജുകളൊക്കെ കേട്ടാൽ അറിയാം, നമ്മളൊരു സാധാരണ മെസ്സേജുകളല്ല സംസാരിക്കുന്നത്, അല്പം കൊണ്ട് ഡീപ്പായിട്ട് ആഴത്തിലുള്ള കാര്യങ്ങൾ. കാരണം നമ്മുടെ മിനിസ്ട്രിയുടെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ കുഞ്ഞിനെ പോലും അന്ത്യനാളുകളിൽ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്ന, യുദ്ധം ചെയ്യുന്ന ഒരു മണവാട്ടിയെ വാർത്തെടുക്കുന്ന ഒരു ദൈവ ശുശ്രൂഷയാണ് ഈ മിനിസ്ട്രിയെ സംബന്ധിച്ച് സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന അസൈൻമെൻറ്റ്. ഹല്ലേലൂയ. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, എപ്പോഴാണോ അറിവ് വേണ്ടെന്ന് പറയുന്നത്, എപ്പോഴാണോ എനിക്ക് ആത്മീയ അറിവൊക്കെ ലഭിച്ചതൊക്കെ മതി എന്ന് പറയുന്നത്, അന്ന് നിങ്ങളുടെ ഡെലിവറൻസ് സ്റ്റോപ്പ് ആവും. കാരണം ഡെലിവറൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയിൽ സ്വർഗം തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഡെലിവറൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ഡെലിവറൻസിന് എന്തുണ്ട്, പല സ്റ്റേജുകളുണ്ട്. ഡെലിവറൻസ് ഒരു പ്രോസസ്സാണ്. ഹല്ലേലൂയ. അപ്പം ഒരു വ്യക്തി യേശുവിലേക്ക് വന്നു, എല്ലാ ഡെലിവറൻസും പ്രാപിച്ചു, അങ്ങനെയല്ല. ഡെലിവറൻസുകൾ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ടാണ് സംഭവിക്കുന്നത്. ഓരോ സ്റ്റേജിലും നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രൈസ് ഉണ്ട്. ആ പ്രൈസ് എന്ന് പറയുന്നതാണ് ഫാസ്റ്റിംഗ് കൊടുക്കണം, പ്രെയർ കൊടുക്കണം, ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, ധ്യാനിക്കണം, പലരിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ലൈഫിനകത്ത് ആ പ്രൈസ് കൊടുക്കുമ്പോഴാണ് സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് നമ്മുടെ ലൈഫിനകത്ത് നിൽക്കുന്ന ആത്മീയ ചങ്ങലകൾ പൊട്ടിമാറി നമ്മളെ അടുത്ത തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഉയർത്തുകയും ശുശ്രൂഷയുടെ തലങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നത്. ഞാൻ 2007 യേശു കർത്താവിനെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. 2007 ഞാൻ യേശു കർത്താവിലേക്ക് വന്നു. അപ്പസ്തോല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൻ്റെ ഒരു അനുഭവം എനിക്കുണ്ടായി. യേശുവിനെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ കൂടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്ന് 18 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കാണാൻ സാധിക്കും, എൻ്റെ ആ 18 വർഷങ്ങളിൽ അനേകം വ്യത്യസ്ത സീസണുകളുണ്ടായിരുന്നു. ഞാൻ ടോർമെൻ്റ് ചെയ്യപ്പെടുന്ന സീസണുണ്ടായിരുന്നു. ടോർമെൻറ്റ് ചെയ്ത ദുരാത്മാക്കളെ ഞാൻ തന്നെ പരാജയപ്പെടുത്തുന്ന സീസണുണ്ടായിരുന്നു. ഞാൻ ഫാസ്റ്റിംഗ് കൊടുക്കേണ്ട ഒരു സീസണുണ്ടായിരുന്നു. ഉറക്കം മാറ്റി വെച്ച് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കേണ്ട സീസണുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്ത സീസണിലൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ, നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഒരു ദൈവദാസനായി കർത്താവിനെ ഉയർത്തി. ഇത് തന്നെയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ ആ അറിവ് വേണ്ടെന്ന് പറയുന്നത്, എപ്പോഴാണോ എനിക്ക് മതിയെന്ന് പറയുന്നത്, എനിക്ക് ഈ ബേസിക് നോളജ് മതിയെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സാധാരണ വ്യക്തി പോലെ ഒരാളും അറിയാതെ നിങ്ങൾ ജീവിച്ച് മരിച്ചങ്ങ് പോകത്തുള്ളൂ. പക്ഷേ എന്നാണോ കർത്താവ് എനിക്ക് ഇനിയും വേണം, ഇനിയും ദാഹത്തോടെ വചനങ്ങൾക്ക് വേണ്ടി, മർമ്മങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്രമാത്രം കൊതിക്കുന്നു അത്ര കണ്ട് നിങ്ങളൊരു അസാധാരണ വ്യക്തിയായി ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യും. പല ആൾക്കാർക്കും നിങ്ങളെ പരിചയപ്പെടാതെ നിങ്ങളെ തള്ളിക്കളഞ്ഞ് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. ബിക്കോസ് അവരുടെ പലരുടെയും സൊല്യൂഷൻ നിങ്ങളിലാണ് കർത്താവ് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു അസൈൻമെൻ്റ് ഉണ്ട്. ചില ആൾക്കാർ പറയും ഇപ്പോൾ ചില സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കഠിനമാണ്. ഇത് വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ചില ഷുഗർ കോട്ടഡ് കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടത് കൊണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് കഠിനമാണെന്ന് തോന്നുന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ഏത് കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. ചില ആൾക്കാർ പറയും, ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ്, ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന വ്യക്തിയാണ്, ഞാൻ ബാപ്റ്റിസം എടുത്ത വ്യക്തിയാണ്, ഞാൻ അന്യഭാഷയിൽ സ്തുതിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് വിഷ്ക്രാഫ്റ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ചില ആൾക്കാർ വാദിക്കാൻ വരും. ഹല്ലേലൂയ. അപ്പം ഞാൻ താഴ്മയോടെ നിങ്ങളോട് പറയുവാണ്, 100% ദൈവദാസന്മാർക്കും 100% ക്രിസ്തീയ വിശ്വാസികൾക്കും വിഷ്ക്രാഫ്റ്റിൽ നിന്ന് ഡെലിവറൻസ് വേണം വീണ്ടും ജനന അനുഭവത്തിന് ശേഷം. അതിന് കാരണം എന്ന് പറയുന്നത് വിഷ്ക്രാഫ്റ്റിന് പല തലങ്ങളുണ്ട്. ടെറിട്ടറികളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വിഷ്ക്രാഫ്റ്റുകളുണ്ട്, ഒരു രാജ്യത്തിൻ്റെ മേൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വിഷ്ക്രാഫ്റ്റുകളുണ്ട്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അധികാരി ഏതെങ്കിലും ഒരു പൈശാചിക ശക്തിക്ക് ആ രാജ്യത്തെ ഡെഡിക്കേറ്റ് ചെയ്താൽ ഈ വിഷ്ക്രാഫ്റ്റിൻ്റെ പവറുകൾ ആ രാജ്യത്ത് വസിക്കുന്ന സകലരുടെ മേലും ഇൻഫ്ലുവൻഷ്യൽ ആകും. അതോടൊപ്പം തന്നെ കോണ്ടിനെൻ്റൽ വിഷ്ക്രാഫ്റ്റുകളുണ്ട്, മിനിസ്ട്രികളെ ഒപ്രസ് ചെയ്യുന്ന വിഷ്ക്രാഫ്റ്റുകളുണ്ട്. അതുകൊണ്ട് ദൈവദാസന്മാർക്കും ഇതിൻ്റെ ഡെലിവറൻസ് വേണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഹല്ലേലൂയ. കാരണം മിനിസ്ട്രികളെ ലിമിറ്റ് ചെയ്യുന്ന വിഷ്ക്രാഫ്റ്റുകളുണ്ട്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ എല്ലാ ക്രിസ്തീയ വിശ്വാസികളും അവശ്യം ഇതിനകത്തുനിന്ന് ഡെലിവറൻസ് എടുക്കേണ്ടത് ആവശ്യമാണ്. ഇനിയും അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 100% എന്ന് തറപ്പിച്ച് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷ്ക്രാഫ്റ്റ് ഇൻഹെറിറ്റ് ചെയ്യാത്ത ഒരു ബ്ലഡ് ലൈൻ പോലും ഈ ഭൂമിയിലില്ല. നിങ്ങൾ ഏതെങ്കിലും പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു വന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആൻസെസ്ട്രൽ ലൈനിൽ, നിങ്ങളുടെ പാരമ്പര്യ ജനറേഷണൽ ലൈനിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിഷ്ക്രാഫ്റ്റിനോട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എഗ്രി ചെയ്തിട്ടുണ്ട്, അവരതിൻ്റെ പാർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനിച്ചു വീഴുമ്പോൾ തന്നെ
ഒരു ബ്ലഡ് ലൈൻ മുഖാന്തരം, ജനറേഷണൽ മുഖാന്തരം എന്താണ് വിഷ്ക്രാഫ്റ്റുകൾ എല്ലാ വ്യക്തികളും ഇൻഹെറിറ്റ് ചെയ്യും. ഞാൻ വളരെ വിഷ്ക്രാഫ്റ്റിനാൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് 100% പറയാൻ സാധിക്കും, യേശു കർത്താവ് കുരിശിലെടുത്ത ജയം വെറുതെയല്ല. അത് നമ്മൾക്ക് വിഷ്ക്രാഫ്റ്റിൽ നിന്നും ബ്ലാക്ക് മാജിക്കിൽ നിന്നും വൈറ്റ് മാജിക്കിൽ നിന്നും ഒക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് അത്രയും പ്രൈസ് കൊടുത്തത്. പക്ഷെ പലപ്പോഴും ആ കർത്താവ് കൊടുത്ത പ്രൈസിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കാണാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നറൻസ് മുഖാന്തരമാണ്, നമ്മൾ അറിവില്ലായ്മ മുഖാന്തരം, നമ്മൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ആത്മീയമായി വിവേചിച്ച് കർത്താവ് എടുത്ത ജയവും അധികാരവും ശക്തിയും അതിനുമേൽ ഉപയോഗിക്കുമ്പോൾ അതിനകത്തുനിന്ന് പൂർണ്ണമായിട്ടും എല്ലാ ദൈവ മക്കൾക്കും പുറത്തു വരാൻ സാധിക്കും. ദാറ്റ് ഈസ് വൈ ജീസസ് പെയ്ഡ് സച്ച് എ ഹ്യൂജ് പ്രൈസ്. ഓക്കെ, എവിടെയൊക്കെയാണ് ശരിക്കും ഈ വിഷ്ക്രാഫ്റ്റ് ജനറലി ഓപ്പറേറ്റ് ചെയ്യുന്നത്? അപ്പം ഞാൻ പലപ്പോഴും റെലംസ് ഓഫ് ലൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏത് മനുഷ്യനെടുത്താലും ആ മനുഷ്യന് ബേസിക്കായിട്ട് 7 തലങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ജനിച്ച് വീഴുമ്പോൾ നമ്മളൊരു ബന്ധത്തിൻ്റെ തലത്തിലേക്കാണ് ജനിച്ച് വീഴുന്നത്. അപ്പൻ, അമ്മ, ചേട്ടൻ, ചേച്ചി എന്ന് പറയുന്ന ഒരു ബന്ധത്തിൻ്റെ തലങ്ങളിലേക്കാണ് ജനിച്ച് വീഴുന്നത്. അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു വിദ്യാഭ്യാസത്തിൻ്റെ മണ്ഡലമുണ്ട്. അതിനുശേഷം നമുക്ക് ജോലി, അല്ലേ, ബിസിനസ്, ഫൈനാൻസസിൻ്റെ ഒരു തലമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മാരേജ്, വിവാഹമുണ്ട്. വിവാഹത്തിൽ ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു തലമുണ്ട്. പിന്നീട് നമ്മുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന ഒരു തലമുണ്ട്. നമ്മളെല്ലാം സോഷ്യൽ ബീയിങ്സ് ആണ്, അല്ലേ? അപ്പോൾ സോഷ്യൽ മീഡിയകളുണ്ട്. അപ്പം സോഷ്യൽ ലൈഫുമായി ബന്ധപ്പെടുന്ന ഒരു തലമുണ്ട്. പിന്നെ നമ്മുടെ വിളി, തിരഞ്ഞെടുപ്പ്, മിനിസ്ട്രി, ഇതെല്ലാം ബന്ധപ്പെടുന്ന തലങ്ങളുണ്ട്. അപ്പം അങ്ങനെ 7 വ്യത്യസ്ത തലങ്ങൾ ഏത് മനുഷ്യനെ എടുത്താലും ഉണ്ട്. ഈ 7 തലങ്ങളും ആത്മീയ യുദ്ധത്തിൻ്റെ മേഖലകളാണ്. അങ്ങനെയാണ് ദൈവം അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവം ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് തോന്നിയ ഒരു ഐഡിയ അല്ല ആദത്തെ സൃഷ്ടിക്കുക എന്നുള്ളത്. വളരെ പർപ്പസ്ഫുള്ളായിട്ട്, വളരെ ഉദ്ദേശത്തോടു കൂടി സാത്താൻ വീണ് കടന്ന ഒരു ഭൂമിയിലാണ് ശരിക്കും ആദത്തെ നിർമ്മിച്ച് സൃഷ്ടിച്ച് ആദത്തിന് എല്ലാ റലത്തിൻ്റെ മേലും അധികാരവും ശക്തിയും കൊടുത്ത് ആദത്തിലൂടെ ഒരു ജനറേഷൻ, അനേകം കോടാനുകോടി മക്കൾ ഈ ഭൂമിയിൽ ജനിച്ച് ഈ ഭൂമിയെ ആ മക്കളിലൂടെ, ആദത്തിൽ ജനിച്ചു വീഴുന്ന എന്നിലൂടെയും നിങ്ങളിലൂടെയും വാഴണം എന്നുള്ളതായിരുന്നു ശരിക്കും പിതാവിൻ്റെ ഒറിജിനൽ പർപ്പസ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശു കർത്താവ് കാൽവരി കുരിശിൽ പൂർണ്ണ ജയവും നമുക്ക് പകരമായി നിന്നുകൊണ്ടെടുത്തു. ഇന്ന് എല്ലാ അധികാരവും ശക്തിയും യേശു കർത്താവിൻ്റെ കരങ്ങളിലിരിക്കുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അധികാരവും ശക്തിയും ഓട്ടോമാറ്റിക്കായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ആ അധികാരവും ശക്തിയും എന്താണ്? ദൈവമക്കൾ, സൺസ് ഓഫ് ഗോഡ്, നമ്മൾ യേശുവിൽ നിന്ന് പ്രാപിച്ച് നമ്മൾ ഈ ദുരാത്മാക്കളെ ബഹിഷ്കരിച്ച് ഈ ഭൂമി യേശു കർത്താവിൻ്റെ അധികാരവും ശക്തി ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കണം. ദിസ് ഈസ് ദ വിൽ ആൻഡ് പ്ലാൻ ഓഫ് ഗോഡ്. ഇതാണ് ദൈവത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് ഈ ഡെലിവറൻസ് മിനിസ്ട്രികൾ പോലുള്ള ഇങ്ങനെയുള്ള ആത്മീയ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ പല ആൾക്കാർക്കും കേൾക്കാൻ പോലും താല്പര്യമില്ല. കാരണം അവരെ പ്രസംഗിച്ച് രക്ഷ എന്ന് പറയുന്ന ഒരു ബേസിക് ഫസ്റ്റ് കിൻഡർ ഗാർഡൻ ലെവലിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, രക്ഷ എന്ന് പറയുന്നത് ഒരു യാത്രയുടെ തുടക്കമാണ്. നിങ്ങളുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്കൊരു ആത്മീയ യാത്രയുണ്ട്, നിങ്ങൾക്കൊരു പർപ്പസ് ഫുൾഫിൽ ചെയ്യാനുണ്ട്. ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഡെലിവറൻസുകൾ സംഭവിക്കാതെ സാധിക്കത്തില്ല. അപ്പം എൻ്റെ ലൈഫിൽ ഡെലിവറൻസ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആരും അറിയാത്ത ഒരു IT മാനേജറായിട്ട്, എൻ്റെ IT മാനേജറായിട്ട് 18ഓളം വർഷം ജോലി ചെയ്ത വ്യക്തിയാണ്. ആരും അറിയാതെ ഏതെങ്കിലും ഒരു കോർണറിൽ IT ജോലിയും കമ്പ്യൂട്ടറും കുത്തിപ്പിടിച്ച് കുറേ ആൾക്കാരെ മാനേജ് ചെയ്ത് കുറേ പ്രോജക്റ്റുകളും ഡെലിവറി ചെയ്ത് അങ്ങനെ ഇരുന്നേനെ. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്താണ്? ഓരോ സ്റ്റേജിലും ഹല്ലേലൂയ കൊടുക്കേണ്ട വില കൊടുത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് ചില മർമ്മങ്ങളെ മനസ്സിലാക്കി ആ എനിക്കെതിരെ നിൽക്കുന്ന ചില വിഷ്ക്രാഫ്റ്റുകൾക്കെതിരെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മുന്നേറിയത് മുഖാന്തരമാണ് ഒരു ദൈവ ശുശ്രൂഷ എന്ന രീതിയിലേക്ക് എൻ്റെ പർപ്പസിന് വേണ്ടി കർത്താവിനെ നടത്തിയതിൻ്റെ കാര്യം. ഹല്ലേലൂയ. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കലും ആത്മീയ അറിവുകളെ നിങ്ങൾ തിരസ്കരിക്കരുത്. ഒരു ചെറിയ അറിവിനെ പോലും വളരെ കൊതിയോടെ നിങ്ങൾ സ്വീകരിക്കണം. എല്ലാത്തിനെയും വിവേചിച്ച് അതിനെ സ്വീകരിക്കുക. ഇനി വാട്ട് ആർ ദ വേസ് ദാറ്റ് വിഷ്ക്രാഫ്റ്റ് ക്യാൻ കം ടു യുവർ ലൈഫ്? ഏതൊക്കെ രീതിയിലാണ് വിഷ്ക്രാഫ്റ്റുകൾ ഒരു മനുഷ്യൻ്റെ ലൈഫിലേക്ക് വരുന്നത്? ഒന്ന്, ബ്ലഡ് ലൈൻ കേഴ്സസ്. നമുക്കറിയാം, ജനറേഷണൽ കേഴ്സുകളെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ബ്ലഡ് ലൈൻ കേഴ്സസ് മുഖാന്തരം എന്താണ് ഈ വിഷ്ക്രാഫ്റ്റുകൾ നമ്മുടെ ലൈഫിലേക്ക് വരും. 2, ജനറേഷണൽ ഇവിൾ കവനൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ മന്ത്രവാദികളെയും കൂടോത്രം ചെയ്യുന്നവരെയൊക്കെ കണ്ട് അവരുമായിട്ടുണ്ടാക്കിയ പല ഉടമ്പടികളും അത് നമ്മുടെ ലൈഫിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു കർത്താവിൽ വിശ്വസിച്ച് വിശ്വാസസ്നാനം എടുക്കുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പോകത്തില്ല. ഇതെല്ലാം ഓവർ പവർ ചെയ്യാനുള്ള ഒരു ആത്മീയ റലം,
അതാണ് സ്പിരിച്വൽ റാങ്ക്. ആദ്യം നോളജ് ഉണ്ടാകണം. നോളജ് ഉണ്ടായി കഴിയുമ്പോൾ കർത്താവ് എന്താണ്? അഭിഷേകം നൽകും. അഭിഷേകത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം 1 by 1 ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ വിട്ടുപോകും. ഹല്ലേലൂയ. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനകത്ത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എളിമ വേണം, നമുക്കൊരു താഴ്മ വേണം. ഹല്ലേലൂയ. അല്പം അവിടുന്ന് ഇവിടുന്ന് മൂലയറ്റം അറിഞ്ഞിട്ട് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് നടക്കില്ലേ. ഹല്ലേലൂയ. വി ഷുഡ് ഹാവ് സം ഹ്യൂമിലിറ്റി. ഓക്കെ, അത് ഒരു കൊച്ചു കുഞ്ഞ് നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ പോലും അതിനെ ശ്രദ്ധിക്കാനും അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പരിശോധിക്കാനും വിവേചിക്കാനും ഉള്ള ഒരു എളിമ നമ്മളെപ്പോൾ സൂക്ഷിക്കുന്നോ അത്രയും നമ്മുടെ കർത്താവ് നമ്മളെ ഉയർത്തും. ഇനി ചില ഇവിൾ പ്രാക്ടീസസ് അല്ലെങ്കിൽ റോങ് പ്രയർ എന്ന് പറഞ്ഞാൽ ചില പ്രാക്ടീസുകൾ. ഇപ്പം നമുക്കറിയാം, ആദിവാസികളെ എടുത്തു കഴിഞ്ഞാൽ ആദിവാസികളുടെ ഇടയിൽ പല പ്രാക്ടീസുകളുണ്ട്, പല പൂജാ സിസ്റ്റങ്ങളുണ്ട്, പല പ്രാക്ടീസുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രാക്ടീസുകൾ, ചില പ്രാർത്ഥനാ രീതികൾ, തെറ്റായ പ്രാർത്ഥനാ രീതികൾ, ഇതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് പല രീതിയിലുള്ള ഈ ആഭിചാരത്തിൻ്റെ പ്രവൃത്തികൾ കടന്നു വരാനുള്ള വാതിലുകളാണ്. പിന്നെ അൺഹോളി ടൈസ് എന്ന് വെച്ചാൽ വേണ്ടാത്ത വ്യക്തികളുമായിട്ടുള്ള പല ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ എന്താണ്? ശരിക്കും അൺഹോളി ടൈസ്. അത് മുഖാന്തരവും നമ്മുടെ വിഷ്ക്രാഫ്റ്റുകൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഇനി എട്ടാമതായിട്ട് അടുത്ത കാര്യം പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഈ ആഭിചാരങ്ങൾ, കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ അതിനകത്തുനിന്ന് പുറത്തു വരാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏത് വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരണമെങ്കിലും ആദ്യം ആ വിഷയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് വിച്ച്ക്രാഫ്റ്റ്. നമ്മുടെ ലൈഫിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന വിച്ച്ക്രാഫ്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് പലതരത്തിലുള്ള വിച്ച്ക്രാഫ്റ്റ് ഉണ്ടെന്ന് പറയാൻ പോകുന്നതിൻ്റെ കാര്യം. കാരണം വിച്ച്ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറൽ ടേമാണ്, ഒരു പദമാണ്. പക്ഷേ അതല്ല ശരിക്കും വിച്ച്ക്രാഫ്റ്റ്. ഇലുമിനാറ്റി എന്ന് പറയുന്ന സിസ്റ്റം കഴിഞ്ഞാൽ സാത്താൻ്റെ കിങ്ഡത്തിൽ അവൻ ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു മെക്കാനിസമാണ് വിച്ച്ക്രാഫ്റ്റ്. കൂടോത്രം, മന്ത്രവാദം, ആഭിചാരത്തിൻ്റെ പ്രവർത്തികൾ. ലോകം മുഴുവൻ, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ എല്ലാ വൻകരകളിലും സാത്താൻ്റെ കൺട്രോളിങ് സിസ്റ്റമാണ് ശരിക്കും വിച്ച്ക്രാഫ്റ്റ്. കാരണം കോണ്ടിനെൻ്റൽ വിച്ച്ക്രാഫ്റ്റുകളുണ്ട്, ടെറിട്ടോറിയൽ വിച്ച്ക്രാഫ്റ്റുകളുണ്ട്, ഫാമിലി ലൈനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വിച്ച്ക്രാഫ്റ്റുകളുണ്ട്. സോ ഇലുമിനാറ്റി ഈസ് ദ ഹയസ്റ്റ്. ഹല്ലേലൂയ. ഇലുമിനാറ്റി, ദ ഫ്രീമേസൺ ആൻഡ് ദ ബ്രദർഹുഡ്, ദ വെരി കോംപ്ലിക്കേറ്റഡ് വൺസ്. ഓക്കെ, അത് കോംപ്ലിക്കേറ്റഡ് സിസ്റ്റംസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിച്ച്ക്രാഫ്റ്റിൻ്റെ മേഖലകളാണ് അവൻ ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഏത് തരത്തിലുള്ള വിച്ച്ക്രാഫ്റ്റാണ് നമ്മുടെ ആൻസെസ്ട്രൽ ലൈനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഈ സെഷനുകളിലൂടെ ഇന്നും അടുത്ത ആഴ്ചയിലും അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂസ് സെഷനിലും നമ്മൾ പറയാൻ പോവുകയാണ്, നിങ്ങളുടെ ലൈഫിനകത്ത് വിച്ച്ക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയാൻ പോവുകയാണ്. ഹല്ലേലൂയ. എല്ലാ വ്യക്തികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഏത് വിച്ച്ക്രാഫ്റ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ, ഹൈ ലെവൽ ഓഫ് റിപ്പൻറ്റൻസ് ഈസ് നീഡഡ്. ഞാൻ പറയുവാണ്, ശരിക്കും നമ്മുടെ ഈ അനുതാപം, നമ്മുടെ പശ്ചാത്താപം എന്ന് പറയുന്നത് ദൈവത്തെ കോമാളിയാക്കുന്ന പശ്ചാത്താപമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പശ്ചാത്തലം, യേശുവേ എന്നോട് ക്ഷമിക്കണമേ, നോ, ഞാൻ കർത്താവിനെ ആഴത്തിൽ അറിയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ശരിക്കും റിപ്പൻറ്റൻസ് എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ദൈവത്തിൻ്റെ ലാംഗ്വേജ് പ്രകാരം ഇറ്റ്സ് എ ഡീപ്പ് ബ്രേക്കിംഗ് വിത്തിൻ യു. നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആഴത്തിലുള്ള ഒരു റിപ്പൻറ്റൻസ്, ഒരു ബോധ്യം, ഒരു ചേഞ്ച് ചെയ്യാനുള്ള ഒരു സിസ്റ്റം. അതാണ് ശരിക്കും ഹൈ ലെവൽ ഓഫ് റിപ്പൻറ്റൻസ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ചില വിച്ച്ക്രാഫ്റ്റുകൾ വളരെ ഡീപ്പാണ്, വളരെ തിക്കാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിച്ച്ക്രാഫ്റ്റ് മാറിപ്പോൾ പ്ലീസ് ഡോണ്ട് അങ്ങനത്തെ ഷുഗർ കോട്ട സംവിധാനത്തിൽ വിശ്വസിക്കില്ല. സം സ്പിരിറ്റ്സ് വിൽ ഗോ. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ആൻസെസ്ട്രൽ ലൈനിൽ ഏത് തരത്തിലുള്ള വിച്ച്ക്രാഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെ നമ്മൾ എങ്ങനെ നേരിടണം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം, എത്രമാത്രം ഫാസ്റ്റിംഗ് വേണം, എത്രമാത്രം ഒരു ഹോളിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഹൈ ലെവൽ ഓഫ് റിപ്പൻറ്റൻസ് ഈസ് നീഡഡ്. ഈ റിപ്പൻറ്റൻസിൻ്റെ സമയത്ത് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏത് പൊട്ടാത്ത ചങ്ങലയും പൊട്ടും. ഹല്ലേലൂയ. കാരണം വെൻ എ പേഴ്സൺ ഡീപ്ലി റിപ്പൻറ്റ് ബിഫോർ ഗോഡ്, എത്രമാത്രം തീവ്രതയോടെ ഒരു വ്യക്തി റിപ്പൻറ്റൻസിലേക്ക് വരുമ്പോൾ സമയമുണ്ടല്ലോ, ദ കമ്പാഷൻ ഓഫ് ഗോഡ് മൂവ്സ്. കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ കരുണയും അതിങ്ങനെ ഒഴുകി ഇറങ്ങി വരും. ഹല്ലേലൂയ. അത് ചങ്ങലകളെ പൊട്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഡീപ്പ് ലെവൽ ഓഫ് റിപ്പൻറ്റൻസ് ഈസ് നീഡഡ്. പിന്നെ അനൗൺസ് ആൻഡ് റിനൗൺസ് പ്രെയർ ഈസ് നീഡഡ്. ഇതിൻ്റെ അനൗൺസ് ആൻഡ് റിനൗൺസ് പ്രെയറും ഈ സെഷനുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. പിന്നെ ഡെലിവറൻസ് സെഷൻ ഈസ് നീഡഡ്. അപ്പം പലപ്പോഴും നിങ്ങളുടെ ആഴത്തിലുള്ള റിപ്പൻറ്റൻസും വിച്ച്ക്രാഫ്റ്റിൻ്റെ മേഖലകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളുമാണ് നിങ്ങൾ ഫിസിക്കൽ മീറ്റിങ്ങിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മ ശക്തി വന്ന് ആ ചങ്ങലകളെ പൊട്ടിക്കുന്നതിൻ്റെ കാര്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2025 ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഫിസിക്കൽ മീറ്റിങ്ങിൽ ഞാൻ പറയുകയാണ്. ശരിക്കും ഞാൻ ആഴത്തിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. കാരണം എനി ലെവൽ ഓഫ് വിച്ച്ക്രാഫ്റ്റ്, പല ലെവലുകളിലുള്ള വിച്ച്ക്രാഫ്റ്റ് ഉണ്ട്, പല സ്പിരിച്വൽ റലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വിച്ച്ക്രാഫ്റ്റ്, അതെല്ലാം തന്നെ ഈ വർഷം നമ്മൾ
ഫിസിക്കൽ മീറ്റിങ്ങിനകത്ത് പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തു വരുന്നൊരു അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തും. അതുകൊണ്ട് ഈ വിഷയം ഇപ്പോഴേ സംസാരിക്കുന്നത്, ആഴത്തി വെച്ച് പ്രാർത്ഥിക്കുക, ആഴത്തി വെച്ച് നിങ്ങൾ റിപ്പൻറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച് പുറത്ത് കൊണ്ടുവരണം. അപ്പം സാമ്പത്തിക കടബാധ്യതകൾ, ഹല്ലേലൂയ, അതോടൊപ്പം തന്നെ മാരേജിനകത്ത്, ബന്ധങ്ങൾക്കകത്ത് ലോട്ട് ഓഫ് തിങ്സ് അതെ, അതെല്ലാം നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് വരുമ്പോൾ യു വിൽ ഗെറ്റ് എ ഫ്രീഡം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ലൈഫിനകത്ത് ഈ സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കും. കാരണം കെട്ടപ്പെട്ട് കിടന്ന ഒരവസ്ഥ എനിക്കറിയാം, പുറത്തു വന്ന അവസ്ഥ എനിക്കറിയാം. ഒരിക്കലും അത് സെയിം അല്ലല്ലോ. കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ ടോർമെൻ്റാണ്, പക്ഷേ പുറത്തു വന്ന് ഫ്രീഡം ആകുമ്പോൾ ഒരാത്മീയ സ്വാതന്ത്ര്യമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ആത്മീയ സ്വാതന്ത്ര്യം ഈ ശുശ്രൂഷകൾക്കൊക്കെ ശേഷം കർത്താവ് നിങ്ങളുടെ ലൈഫിനകത്ത് ഇടുന്നു പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ശുശ്രൂഷകൾ നിങ്ങൾ ഷെയർ ചെയ്ത് അനേകർക്ക് കൊടുക്കണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് മുമ്പോട്ട് പോകാം. 40 തരത്തിലുള്ള വിഷ് ക്രാഫ്റ്റുകൾ എന്തൊക്കെയാണ്, ഇപ്പോൾ ഏതാണ് എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ ചോദിക്കണം. മടിയന്മാരാവല്ലേ. നമ്മൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ ചില ചോദ്യങ്ങളും പറച്ചിലുകളും ഒക്കെ ഉണ്ടാകണം. ഒരു 1 വേ മാത്രമല്ല, ഇതൊരു 2 വേ ആണ്. അങ്ങോട്ടും പോകണം, ഇങ്ങോട്ടും വരണം, അല്ലേ? അങ്ങോട്ട് ചില പ്രാർത്ഥനകൾ ഉയർത്തണം, ഇങ്ങോട്ട് ചിലതൊക്കെ കേൾക്കാനും നമ്മൾ നിന്നു കൊടുക്കണം. സോ ഈ സമയങ്ങളിലൊക്കെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, പല കുഞ്ഞുങ്ങൾ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുകയാണ്, അവരുടെ എഡ്യൂക്കേഷൻ മേഖലയെ ബന്ധിച്ചിരിക്കുകയാണ്. കാരണം എന്താ? ഇൻഹെറിറ്റഡ് വിഷ് ക്രാഫ്റ്റ് ത്രൂ ബ്ലഡ് ലൈൻ ആൻഡ് ജനറേഷണൽ ലൈൻ. അപ്പോൾ നമ്മളത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദേ വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. അവരതിനകത്ത് നിന്ന് പുറത്ത് വരാൻ ഇടയാകും. നമുക്ക് ചില വചനഭാഗങ്ങളിലൂടെ വേഗം ഒന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കാം. ഹല്ലേലൂയ. എനിക്കൊന്ന് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ പബ്ലിക് മീറ്റിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. കാരണം ഞാൻ വർഷിപ്പിന് ശേഷമുള്ള പോർഷൻസ് ഈ വീഡിയോയ്ക്ക് ശേഷം കട്ട് ചെയ്യുമല്ലോ. പബ്ലിക് മീറ്റിങ്ങിൻ്റെ ഷെഡ്യൂൾ ഇതാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ നമ്മൾ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും മീറ്റിങ്ങുകൾ ചെയ്യുന്നു. എല്ലാ രജിസ്ട്രേഷൻ ലിങ്കും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ, സോ സം ബിബ്ലിക്കൽ റെഫറൻസ്. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ വളരെ സീരിയസ് ആയിട്ട് കർത്താവ് ചില കാര്യങ്ങൾ പറയും നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് പറയുവാണ്, നിങ്ങളിൽ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട മക്കളിൽ ഒരാൾ പോലും നിങ്ങളുടെ പുത്രനെയോ പുത്രിയെയോ അഗ്നിയിലൂടെ കടത്തിവിടുന്ന പോലുള്ള മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം നമുക്കറിയാം, ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്ത് സതി എന്ന് പറയുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ കോമൺ ആണെന്ത്, അഗ്നിയുടെ മുകളിൽ കൂടെ നടന്നു പോവുക. അങ്ങനെയുള്ള പ്രാക്ടീസുകൾ പൈശാചികമാണ്. രണ്ടാമതായിട്ട്, നിങ്ങളുടെ ഇടയിൽ ഭാവി പ്രവചിക്കുന്നവരുണ്ടാകാൻ പാടില്ല. മൂന്നാമതായിട്ട്, സമയം നോക്കാൻ പാടില്ല. നാലാമതായിട്ട്, എൻചാൻറ്റ്. മന്ത്രവാദികൾ ഉണ്ടാകാൻ പാടില്ല, മന്ത്രവാദിനികൾ ഉണ്ടാകാൻ പാടില്ല. മയക്കുമരുന്ന് ആൾക്ക്, കൈവിഷം, മയക്കുമരുന്ന് അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാൻ പാടില്ല. പിന്നെന്താണ്, ശരിക്കും മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തി സംസാരിക്കുന്ന വ്യക്തികളുണ്ടാകാൻ പാടില്ല. ക്ഷുദ്രം ചെയ്യുന്നവരുണ്ടാകാൻ പാടില്ല. ദുർമന്ത്രവാദികൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം നിങ്ങൾ പോയി പിന്നെ പഠിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം അത് പറയുന്നത് മാത്രമേ ഉള്ളൂ. കർത്താവ് പറയുവാണ്, ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന സകലരും ഉറപ്പായിട്ടും അവരുടെ അവസാനം നിത്യനരകമായിരിക്കും. കാരണം അത്ര സീരിയസ് ആയിട്ട് ദൈവം വാൺ ചെയ്യുന്നൊരു കാര്യമാണ് മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, സമയം നോക്കുക, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇനിയും പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ കർത്താവ് പറയുവാണ്, ശരിക്കും നിങ്ങളുടെ ഇടയിൽ മന്ത്രവാദികളോ മന്ത്രവാദിനികളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പഴയ നിയമത്തിൽ പറയുവാണ്, അവരെ ജീവിക്കാൻ പോലും അനുവദിക്കാൻ പാടില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആർ എ പോർട്ടൽ, ദേ ആർ എ ഗേറ്റ് വേ ഫോർ ദ സൈറ്റൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിൽ എല്ലാം സംഭവിക്കുന്നത് മനുഷ്യരിലൂടെയാണ്. മനുഷ്യർക്ക് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ദൈവമക്കൾ, നമ്മൾ ദൈവത്തിൻ്റെ പോർട്ടലുകളാണ്. ദൈവം ഈ ഭൂമിയിൽ നമ്മളിലൂടെയാണ് വെളിപ്പെടുന്നത്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അതുപോലെ തന്നെ സാത്താൻ ഈ ഭൂമിയിൽ വെളിപ്പെടുന്നത് സാത്താൻ്റെ മക്കളിലൂടെയാണ്. അങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഈ നാട്ടിൽ, ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്നുള്ളൂ, വേറൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട. നമുക്കതറിയാം, ഈ നാട്ടിൽ ഈ സമയത്ത് എമ്പുരാൻ എന്ന് പറയുന്നൊരു മൂവി ഇറങ്ങി, അല്ലേ? അപ്പോൾ ആ മൂവിയിലൂടെ ആരാണ് വെളിപ്പെട്ട് മാനിഫെസ്റ്റ് ചെയ്തത്? ആ മൂവിയിലൂടെ സാത്താനിക കിങ്ഡമാണ് മാനിഫെസ്റ്റ് ചെയ്തത്. അത് സാത്താൻ ഇറങ്ങി വന്ന് അങ്ങ് വെളിപ്പെടുത്തി ഞാൻ സാത്താൻ അങ്ങനെയാണോ പറയുന്നത്? ഇല്ല. ആ സിനിമാ നടന്മാർ, ആ സംവിധായകന്മാർ, അതിൻ്റെ അനേക പ്രവർത്തികളിലൂടെ വെളിപ്പെട്ടതാരാണ്? ശരിക്കും സാത്താനാണ് വെളിപ്പെട്ട് വന്നത്. അപ്പോൾ അത് മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളാരാണ്? നമ്മളിലൂടെ ദൈവാത്മാവാണ് വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്രമാത്രം നിങ്ങൾക്ക് ആ ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ യുവർ വാല്യൂ ഇസ് സോ ഗ്രേറ്റ്. നിങ്ങൾ പല രാജ്യങ്ങളെയും നിങ്ങൾ പല സാത്താനിക രാജ്യങ്ങളെ നശിപ്പിച്ചിട്ട് യേശുവിന് തിരിച്ചു കൊടുക്കുകയാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോട്ടോകോൾസ്, അതിൻ്റെ റൂൾസ്. നമ്മളിലൂടെ ദൈവം എന്താണ് സാത്താനിക കിങ്ഡത്തെ നശിപ്പിച്ച് അധികാരവും ശക്തിയെല്ലാം തിരിച്ചു പിടിക്കുകയാണ്. പക്ഷേ എത്രമാത്രം നമ്മൾ ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നത് ഒരു വലിയ ചോദ്യമാണ്, അല്ലേ? ഹല്ലേലൂയ. സോ സാത്താൻ്റെ കിങ്ഡവും ദൈവത്തിൻ്റെ കിങ്ഡവും, രണ്ട് രാജ്യങ്ങളും ഈ ഭൂമിയിൽ വെളിപ്പെടുന്നത് മനുഷ്യരിലൂടെയാണ്. നിങ്ങളിലൂടെയും എന്നിലൂടെയും പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ സാത്താൻ്റെ മക്കളിലൂടെ സാത്താനിക കിങ്ഡവും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഒരു സ്ലോ ആയിട്ട് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് വളരെ സ്ലോ ആയിട്ട് ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇനി 1 സാമുവൽ അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് വചനം പറയുകയാണ്, ഇങ്ങനെയുള്ള മന്ത്രവാദികൾ, കൂടോത്രം ചെയ്യുന്നവർ, ആഭിചാരം ചെയ്യുന്നവർ, ക്ഷുദ്രം ചെയ്യുന്നവർ, സമയം നോക്കുന്നവർ, ഇവരെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൻ്റെ ഒരു സമയത്ത് ദൈവം പിടിക്കും, ദൈവം നശിപ്പിക്കും, ആ തലമുറകളെ ദൈവം നശിപ്പിക്കും എന്ന് ഉറപ്പായിട്ട് സാമുവേൽ പ്രവചന പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഗലാത്യ ലേഖനം നമ്മൾ പരിശോധിക്കുമ്പോൾ 5-ാം അധ്യായത്തിനകത്ത് പറയുകയാണ്, ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്ന ഒരു വ്യക്തി പോലും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് തീർപ്പ് കൽപ്പിച്ച് അങ്ങ് തറപ്പിച്ചങ്ങ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കയറത്തില്ല നീ. ഹല്ലേലൂയ. കയറാൻ പറ്റത്തില്ല, കാരണം അത് ദൈവകൽപ്പനകൾക്ക് വിപരീതമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇനി അപ്പസ്തോല പ്രവൃത്തികൾ 8-ാം അധ്യായവും അപ്പസ്തോല പ്രവൃത്തികൾ 19-ാം അധ്യായവും പരിശോധിക്കുമ്പോൾ ആദിമ സഭയിലുള്ളവർ ഇങ്ങനെയുള്ള മന്ത്രവാദത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ ബുക്കുകളൊക്കെ കത്തിച്ച് കളഞ്ഞായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ചോദ്യം വരും നിങ്ങൾക്ക്, എവിടെ നിന്നാണ് ഈ ബുക്കുകളൊക്കെ ഉണ്ടായത്? എങ്ങനെയാണ് ഈ ആഭിചാരവും മന്ത്രവാദവും കൂടോത്രവും ക്ഷുദ്രവും ഒക്കെ ചെയ്യുന്ന രീതികൾ എങ്ങനെയാണ് മനുഷ്യർക്ക് കിട്ടിയത്? അപ്പോൾ അത് ഞാനൊന്ന് നിങ്ങളോടൊന്ന് വിശദീകരിക്കാൻ പോവാണ്, എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് ഇത് കിട്ടിയത്. പ്രിയപ്പെട്ട മക്കളെ, ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, വീണദൂതന്മാരിൽ പലരും ഫിസിക്കലി ചില മനുഷ്യരുടെ മുമ്പിൽ അപ്പിയർ ചെയ്ത് അവർക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാത്താൻ്റെ കിങ്ഡത്തിൽ 5 വ്യത്യസ്ത തരത്തിലുള്ള സ്പിരിറ്റുകളുണ്ട്. എല്ലാ സ്പിരിറ്റുകളും ഒന്നല്ല. നമുക്ക് വരുന്ന ആഴ്ചയിൽ അതിനെക്കുറിച്ച് അല്പം കൂടെ സംസാരിക്കാം. അപ്പം അതിനകത്ത് 6-മതൊന്ന് ചേർത്ത് ഞാൻ പറഞ്ഞു, ദ സ്പിരിറ്റ്സ് ഓഫ് ദ ഏൻഷ്യൻ വേൾഡ്. ആദത്തിന് മുമ്പുള്ള ഒരു ഏൻഷ്യൻ വേൾഡ് ഈ ഭൂമിയിലുണ്ടായിരുന്നു, അവിടെ നിന്ന് വരുന്ന സ്പിരിറ്റുകളുണ്ട്. അത് വ്യത്യസ്ത കാറ്റഗറിയാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം 5 എന്ന് നമുക്ക് പിടിക്കാം. അപ്പം സാത്താൻ്റെ കിങ്ഡത്തിൽ ദുരാത്മാക്കളുണ്ട്, അല്ലേ? ആ ഡീമൻസ് എന്ന് പറയുന്ന ലോവസ്റ്റ് റാങ്കിങ് ആണ്. ഇനി ഫോളൻ ഏഞ്ചൽസിൽ തന്നെ അതിന് മുമ്പ് അടുത്ത റാങ്കാണ് ഫോളൻ ഏഞ്ചൽസ്. ഫോളൻ ഏഞ്ചൽസിൽ 2 തരത്തിലുള്ള ഫോളൻ ഏഞ്ചൽസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം, ഫിസിക്കൽ ബോഡി എടുക്കാൻ പറ്റുന്ന ഫോളൻ ഏഞ്ചൽസ് ഉണ്ട്, ഫിസിക്കൽ ബോഡി എടുക്കാൻ പറ്റാത്ത ഫോളൻ ഏഞ്ചൽസ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ ബോഡി എടുക്കാൻ പറ്റുന്ന ഫോളൻ ഏഞ്ചൽസ് ഒരു വ്യക്തിയുടെ മുമ്പിൽ വന്നിട്ട് ആ വ്യക്തിക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം ഉണ്ടായത് എങ്ങനെയാണ്? ഒരു ഫോളൻ ഏഞ്ചൽ വന്ന് ഒരു വ്യക്തിയുടെ മുമ്പിൽ മാനിഫെസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തത് മുഖാന്തരമാണ് ഒരു വലിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്നൊരു മതം ഉണ്ടായത്. അപ്പോൾ അത് വളരെ പോസിബിളാണ്, അല്ലേ? ഇപ്പം മോർമോണിസം എന്ന് പറയുന്ന സംഭവം എങ്ങനെ ഉണ്ടായത്? ഒരു ഫോളൻ ഏഞ്ചൽ മാനിഫെസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തത് പ്രകാരമാണ് മോർമോണിസം ഈ ഭൂമിയിൽ വന്നത്. അപ്പോൾ ഈ കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ ഈ മനുഷ്യരുടെ ഇടയിൽ പുസ്തകങ്ങളായി വന്നത് എങ്ങനെയാണ്? ഇതുപോലെ ഫോളൻ ഏഞ്ചൽസ് വ്യക്തികളുടെ മുമ്പിൽ വന്ന് ആ വ്യക്തികൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർ തലമുറകളായി എഴുതി സൂക്ഷിച്ച്, അങ്ങനെയാണ് ശരിക്കും ഈ ബുക്കുകളൊക്കെ ഉണ്ടായത്, ഒക്കൽറ്റിക് ബുക്കുകളൊക്കെ ഉണ്ടായത്. ഇനിയും 2-മത്തെ രീതി എന്ന് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് സൺസ് ഓഫ് ഗോഡിനെ കുറിച്ച് കാണാൻ സാധിക്കും, ദൈവപുത്രന്മാർ. അപ്പോൾ ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ആയിരക്കണക്കിന് ക്രിയേറ്റഡ് ബീയിങ്സ് ഉണ്ട്. ആ ക്രിയേറ്റഡ് ബീയിങ്സ്, ആ സ്പീഷീസ് എന്ന് വിളിക്കാം അതിനെ. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ഒരു സ്പീഷീസാണ്, അല്ലേ? അപ്പോൾ ഇതുപോലെ ആയിരക്കണക്കിന് സ്പീഷീസ് ഉണ്ട്. ആ സ്പീഷീസിനകത്ത് ഒരു സ്പീഷീസാണ് ഏഞ്ചൽസ് നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം അതുപോലുള്ള മറ്റൊരു സ്പീഷീസാണ്. ഓരോ സ്പീഷീസിനും വ്യത്യസ്ത റാങ്ക്, പവർ, അധികാരം, ശക്തി, റെലംസ്, ഡൊമിനിയൻ എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ അതുപോലുള്ള ഒരു സ്പീഷീസാണ് സൺസ് ഓഫ് ഗോഡ്, ദൈവപുത്രന്മാർ എന്ന് പറയുന്ന ഒരു സ്പീഷീസ്. സൺസ് ഓഫ് ഗോഡ് ദൂതന്മാരല്ല, ദേ ആർ നോട്ട് ഏഞ്ചൽസ്. ഹല്ലേലൂയ. അപ്പം ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ആയിരക്കണക്കിന് സ്പീഷീസ് ഉണ്ട്. ഹ്യൂമൻ ബീയിങ്സ് ഒരു സ്പീഷീസാണ്, മൃഗങ്ങൾ മറ്റൊരു സ്പീഷീസാണ്, ഹല്ലേലൂയ, മത്സ്യങ്ങൾ മറ്റൊരു സ്പീഷീസാണ്, അല്ലേ? പറവകൾ മറ്റൊരു സ്പീഷീസ്. ഇതുപോലെ ആയിരക്കണക്കിന് സ്വർഗീയ സ്പീഷീസ് ഉണ്ട്. ആ സ്പീഷീസിനകത്ത് ഒരു ടൈപ്പ് മാത്രമാണ് ഏഞ്ചൽസ്. അപ്പം ഈ ഡിസ്പെൻസേഷനിൽ മനുഷ്യവർഗത്തോട് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ആ ഏഞ്ചലിക് ബീയിങ്സ് ആണ്.
അങ്ങനെയാണ് ദൈവം അത് ഓർഡൈൻ ചെയ്തിരിക്കുന്നത്. ഇനിയും സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു ടൈപ്പ് സ്പീഷീസാണ്. അവർക്ക് മനുഷ്യരുടെ ഹ്യൂമൻ ബോഡി എടുക്കാൻ സാധിക്കും. ഹ്യൂമൻ ബോഡിയിലുള്ള ഹോർമോൺസ് പല കാര്യങ്ങളും അവർക്കുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഹ്യൂമൻ സ്ത്രീകളുമായിട്ട് മിങ്കിൾ ചെയ്തു. അന്ന് നെഫിലിം അല്ലെങ്കിൽ ജൈൻസ് എന്ന് പറയുന്ന ക്രിയേഷൻ ഉണ്ടായി എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് അവർ പലതും എന്താണ് ആ ഹ്യൂമൻ റേസിനെ പഠിപ്പിച്ചിരുന്നു. ഇനി മൂന്നാമതായിട്ട് നമുക്കറിയാം, ദുരാത്മാക്കൾക്ക് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ച് സംസാരിക്കാൻ സാധിക്കും. ഡെലിവറൻസ് ശുശ്രൂഷിക്കാത്ത നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അല്ലേ? ദുരാത്മാക്കൾ വന്നിട്ട് ഞാൻ ഇതാണെന്നൊക്കെ സംസാരിക്കുക. അതുപോലെ ദുരാത്മാക്കൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് പല വ്യക്തികളിലൂടെ സംസാരിച്ച ഒക്കൾട്ടിക് പ്രാക്ടീസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ കമാൻഡ്, അതിൻ്റെ ഓർഡർ, ഹല്ലേലൂയ, അതിനെല്ലാത്തിനും ഓർഡറുണ്ട്. ഇപ്പം നമ്മളൊരു ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിനൊരു ഓർഡറുണ്ട് അല്ലേ? അതിന് വചനങ്ങളുണ്ട്, അതിന് എഴുത്തുകളുണ്ട്. ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ ബുക്കുകൾക്കൊക്കെ വളരെ ലിഖിതമായിട്ടുള്ള എഴുത്തുകളുണ്ട്. ആ ഓർഡറിൽ അത് ചെയ്താൽ മാത്രമേ ആ തലങ്ങളിലുള്ള ദുരാത്മാക്കൾ പ്രവർത്തിക്കുക പോലും ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അത് അറിയുന്നവരെയാണ് നമ്മൾ മന്ത്രവാദിനികൾ, ആഭിചാരം ചെയ്യുന്നവർ, ശുദ്രം ചെയ്യുന്നവർ എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് എ ഹൈ ബിസിനസ്. ഓക്കെ, ഇത് വലിയൊരു ബിസിനസ്സാണ്. മന്ത്രവാദമൊന്നും ഒരു ഈസി കാര്യമല്ല. വളരെ ലക്ഷങ്ങൾ മുടക്കിയാണ് പല ആൾക്കാരും അത് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷങ്ങൾ മുടക്കുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണല്ലോ, അല്ല ഒരു കാര്യമില്ലെങ്കിൽ ആരും ഇത് ചെയ്യാറില്ലല്ലോ. ഹല്ലേലൂയ. നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി ശ്രദ്ധിച്ച് കേട്ടെ, ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്കകത്ത് ഏതെങ്കിലും മനുഷ്യർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അവസാനം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 8 വചനപ്രകാരവും വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൻ്റെ 15 വചനപ്രകാരവും പ്രിയപ്പെട്ട ദൈവമക്കളെ, അഗ്നി പൊയ്കയിൽ ചിക്കൻ ഫ്രൈ ആകും ലൂസിഫറിൻ്റെ കൂടെ. ഹല്ലേലൂയ. അപ്പോൾ തന്തൂരി ചിക്കനോ, ഇപ്പം എന്താ പറയുക, കുഴിമന്തിയോ, വട്ടവർ ഇപ്പി, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനത്തെ ചിക്കൻ ഫ്രൈ ആകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോ നിങ്ങൾക്കറിയാവുന്നവരോ ആരും തന്നെ ഇങ്ങനെയുള്ള പൈശാചിക പ്രവർത്തികൾക്കകത്ത് എത്ര പ്രതിസന്ധി നേരിട്ടാലും അവരെ അപ്രോച്ച് ചെയ്യാനോ കൈ നോക്കാനോ സംഭവങ്ങൾക്കോ നിങ്ങൾ പോയേക്കല്ലേ. കാരണം അതിനകത്ത് വലിയ ആത്മീയ മർമ്മങ്ങളുണ്ട്. ചിലതൊക്കെ നമ്മളൊന്ന് വിശദീകരിക്കാൻ പോവാണ്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകാം. ഒരു ചോദ്യം ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമുക്കറിയാം, യേശു കർത്താവ് കാൽവരി കുരിശിൽ വലിയൊരു പ്രൈസ് കൊടുത്തു. പലപ്പോഴും നമ്മുടെ ഫിസിക്കൽ ലൈഫ്, സ്പിരിച്വൽ ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കൊടുത്ത ഒരു പ്രൈസിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ. ഇപ്പം നമുക്കറിയാം, ദുഃഖവെള്ളി വരാൻ പോവാണ്, ഹോളി വീക്ക് വരാൻ പോവാണ്. നമ്മളെല്ലാം വളരെ 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 വിശുദ്ധിയോടെയും വളരെ ഭയഭക്തിയോടെയും അപ്രോച്ച് ചെയ്യുന്നൊരു വീക്കാണ് ശരിക്കും ഹോളി വീക്ക്. അപ്പോൾ യേശു കർത്താവ് കാൽവരി കുരിശിൽ ഒരു മനുഷ്യനും കൊടുക്കാൻ പറ്റാത്ത ഒരു വിലയാണ് യേശു കർത്താവ് മനുഷ്യർക്ക് വേണ്ടി കൊടുത്തത്. അപ്പോൾ അത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി കൊടുത്ത പ്രൈസാണ്. അവസാനത്തെ തുള്ളി രക്തം വരെ ചിന്തി. ഹല്ലേലൂയ. കർത്താവ് നമ്മൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ചു. കർത്താവ് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി ഏക മധ്യസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, ഇത്രയും വലിയൊരു പ്രൈസ് കർത്താവ് കൊടുത്തിട്ടും തൻ്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിച്ചിട്ടും ഹല്ലേലൂയ, കർത്താവിൻ്റെ പല മക്കൾക്കും ആത്മീയമായും ഭൗതികമായിട്ടും മുന്നേറാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? there's a mystery for that. ഓക്കെ, ആ കാരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ അറിവില്ലായ്മ മുഖാന്തരമാണ്. പലപ്പോഴും പല ജനറേഷനുകളിലും ദൈവമക്കളെ ആഴത്തിലുള്ള ബോധ്യങ്ങളിലേക്ക് നയിക്കുന്നവരുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നയിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ എന്താണ്, അവരെ ലിസൺ ചെയ്യാൻ, അവരെ കേൾക്കുവാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. അങ്ങനെ എന്ത് ചെയ്തു നോക്കിക്കേ, ആയിരക്കണക്കിന് ഭൂമിയിലുള്ള മതങ്ങളിൽ ഒരു മതമായി ക്രിസ്ത്യാനിറ്റി ചുരുങ്ങിപ്പോയി. ഹല്ലേലൂയ. നല്ല ചോദിക്കേ, ആയിരക്കണക്കിന് മതങ്ങളിലുള്ള ഒരു മതമായിട്ട് ക്രിസ്ത്യാനിറ്റി. ബട്ട് നമ്മൾ പറഞ്ഞ ദിസ് ഈസ് ദ ട്രൂത്ത് അല്ലേ, ഇതാണ് സത്യം. ഹല്ലേലൂയ. ബൈബിളാണ് സത്യം, യേശുവാണ് സത്യം. പക്ഷേ ആ സത്യം എന്ത് ചെയ്തു? മതങ്ങൾക്കകത്ത് ബന്ധിക്കപ്പെട്ടു പോയി. അതിന് കാര്യം എന്താണ്? അതിന് പലപ്പോഴും ഉത്തരവാദിത്വം ദൈവത്തിന് മാത്രമല്ല, ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമല്ല, നമ്മളുടെ ഉത്തരവാദിത്വമാണ്. പലപ്പോഴും നമ്മൾ ആത്മീയ അറിവ് പ്രാപിക്കാൻ നമ്മൾ വിമുഖത കാണിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും സാത്താൻ്റെ പല കുടില തന്ത്രങ്ങൾക്കകത്ത് നമ്മൾ പെട്ടുപോയി. നമ്മുടെ ജഡത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചില്ല, കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല, നാവിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല, കുഞ്ഞുങ്ങളുടെ വീട് സെൽഫ് സെൻറ്റേർഡായി പോയി. ഒരു വില കൊടുക്കാൻ ആരും മുമ്പോട്ട് വന്നിട്ടില്ല. ഏത് ഡിസ്പെൻസേഷൻ്റെ ഏത് കാലഘട്ടം നോക്കിക്കോ, എവിടെയൊക്കെ മനുഷ്യർ ദൈവത്തിൻ്റെ നാമത്തെ പ്രതി, യേശുവിൻ്റെ നാമത്തെ പ്രതി ഒരു വില കൊടുക്കുവാൻ ഹല്ലേലൂയ എഴുന്നേറ്റിട്ടുണ്ടോ, അവിടെയൊക്കെ വലിയ റിവൈവലുകളും ലക്ഷക്കണക്കിന് ആൾക്കാർ ദൈവരാജ്യത്തിലേക്കും വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, എപ്പോഴും ഓർത്തോണം, സെൽഫ് സെൻറ്റേർഡ് ആവല്ലേ. എന്ത് കിട്ടും അതല്ല, ഇതൊരു ബന്ധമാണ് ശരിക്കും. ആ ബന്ധം ശരിയായാൽ എല്ലാം നിങ്ങൾക്ക് വേണ്ടതല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം ദൈവത്തിൻ്റെ, യേശുവിൻ്റെ അനന്ത ശക്തി നമുക്ക് പ്രദാനം ചെയ്യും.
ഹല്ലേലൂയ. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, പർപ്പസ് ബേസ്ഡ് ആയിട്ടൊരു ലൈഫ് നിങ്ങൾ ജീവിച്ച് നോക്കിക്കേ, നിങ്ങളുടെ ലൈഫിനകത്ത് ഒത്തിരി മാറ്റം വരും. ഞാൻ ഇങ്ങനെ യാതൊരു പർപ്പസും ഇല്ലാതെ നടന്നൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. പർപ്പസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ജോലി, 3 പിള്ളേരുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം, വീടിൻ്റെ മോർഗേജ് അടയ്ക്കണം, പല കാര്യങ്ങൾ കൂടെ മുമ്പോട്ട് പോയ വ്യക്തിയാണ്. 2018 ആയപ്പോൾ കർത്താവ് ഒറ്റ വെട്ടങ്ങ് വെട്ടി. ആ വെട്ട് മുഖാന്തരം ഞാൻ 45 ഹാർട്ട് ബ്ലോക്കുമായിട്ട് ജീവിതം അവസാനിക്കുന്ന ലെവലിലേക്ക് പോയി 2018. അവിടുന്ന് കൈയും കാലും പിടിച്ച് കരഞ്ഞിട്ടാണ് ശരിക്കും കർത്താവ് എന്നെ പുറത്ത് വന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വരാൻ ഇടയായത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് അങ്ങനൊരു തട്ടുകേട് വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെപ്പോഴും പർപ്പസ് ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ആകാൻ ശ്രമിച്ച്, എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല, പക്ഷേ എപ്പോഴും പറഞ്ഞ് യേശുവേ, അങ്ങയുടെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, ലോക സ്ഥാപനത്തിന് മുമ്പ് നിശ്ചയിച്ച പദ്ധതികൾക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞൊന്ന് മുമ്പോട്ട് പോയിക്കേ. ഹല്ലേലൂയ. 1 by 1 ആയിട്ട് നിങ്ങളുടെ ലൈഫിനകത്ത് അലൈൻമെൻറ്റുകൾ സംഭവിക്കും. കാരണം ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. God need you. Hallelujah. So please follow a purpose driven life. അതാണ് ഈ മിനിസ്ട്രിയിലൂടെ നമ്മൾ ആദ്യം തൊട്ടേ, എൻ്റെ ആദ്യത്തെ മെസ്സേജ് തൊട്ട് ഓരോ മെസ്സേജും പറഞ്ഞ എന്താണ്, ശരിക്കും രക്ഷ എന്ന് പറയുന്ന ചെറിയൊരു ബേസിക് കിൻഡർ ഗാർഡൻ തിങ്ങിലേക്ക് നിങ്ങൾ ചുരുക്കപ്പെടാൻ പാടില്ല. അത് തന്നെ കേട്ടുകൊണ്ടിരിക്കാൻ പാടില്ല. പുറത്തു വാ. അതിന് മുകളിൽ രക്ഷ ഒരു യാത്രയുടെ തുടക്കമാണ്. അതിന് മുകളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അച്ചീവ് ചെയ്യാൻ. യേശു കർത്താവിൻ്റെ മുഖത്തോട് മുഖം കാണുന്നതിന് മുമ്പ്, യേശു കർത്താവ് തൻ്റെ മണവാട്ടിയെ ചേർക്കാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അനേകരുടെ രക്ഷ നിങ്ങളുടെ കരങ്ങളിലാണ് യേശു കർത്താവ് വെച്ചിരിക്കുന്നത്. അനേകരുടെ വിടുതലുകൾ നിങ്ങളിലൂടെയാണ് സംഭവിക്കാൻ പോകുന്നത്. അനേകരുടെ സൗഖ്യം നിങ്ങളുടെ മേലാണ് ലോക പിതാവ് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ ലൈഫിനെ നോക്കിക്കേ. ഹല്ലേലൂയ. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഒതുക്കപ്പെട്ടു പോയിരുന്നെങ്കിൽ പലരുടെയും ഡെലിവറൻസ് ചിലപ്പോൾ കർത്താവ് വേറെ ആരെങ്കിലും എഴുന്നേൽപ്പിച്ചേക്കാം. ഹല്ലേലൂയ. എന്നാലും നമ്മളുടെ ലൈഫിനകത്ത് വെച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്, ഒരു അസൈൻമെൻ്റ് ഉണ്ട്. ആ അസൈൻമെൻറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകാൻ പാടുള്ളൂ. അപ്പോൾ പലപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നത് പോലെ എല്ലാവർക്കും ഡെലിവറൻസുകൾ വേണം, പ്രത്യേകിച്ച് വിഷ്ക്രാഫ്റ്റിൻ്റെ മേഖലയ്ക്കകത്ത്. ഇനി നമ്മൾ ഓടിച്ച് പറയാൻ പോകണം. എനിക്കൊന്ന് സമയം അങ്ങോട്ട് മുമ്പോട്ട് പോയി, ഞാൻ വിസ്തീരിച്ച് ലളിതമാക്കി സമയത്തിന് മുമ്പോട്ട് പോയതുകൊണ്ട് ക്ഷമിച്ചാട്ടെ. കഴിയുമെങ്കിൽ നിങ്ങൾ 1 മിനിറ്റ് എടുത്ത് പെട്ടെന്ന് ആ ശുശ്രൂഷകളൊന്ന് ഷെയർ ചെയ്താട്ടെ നമുക്ക് വളരെ ശാന്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകാം. ഇനി എന്താണ് വിഷ്ക്രാഫ്റ്റ്? കൂടോത്രം എന്ന് നമ്മൾ സാധാരണ പറയും, മന്ത്രവാദം, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളത് പറയാൻ പോവാണ്. അപ്പോൾ വിഷ്ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് മാജിക്, സ്പെൽസ് ഓർ റിച്വൽസ്. ചില പൂജകൾ, ചില പ്രാക്ടീസുകൾ, ചില വാക്കുകൾ. അതെന്താണ്? അത് 3 തലങ്ങളോട് കണക്ട് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഒന്നെന്താണ്? പ്രകൃതിയോട് കണക്ട് ചെയ്ത് ചെയ്യാൻ സാധിക്കും. മതത്തോട് അല്ലെങ്കിൽ ആത്മീയ വിശ്വാസങ്ങളോട് ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്ന ചില ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അത് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പം വിഷ്ക്രാഫ്റ്റിന് നമുക്ക് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ വിഷ്ക്രാഫ്റ്റും ഒന്നല്ല. അപ്പം പ്രകൃതിയോട് റിലേറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട്, മതത്തോട് റിലേറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട്, പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താ ഈ വിഷ്ക്രാഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷ്ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ചില പ്രാർത്ഥനകളിലൂടെ, ചില ഇൻസ്ട്രക്ഷനുകളിലൂടെ, ചില സ്പെല്ലുകളിലൂടെ അദൃശ്യ ആത്മീയ ലോകത്തുള്ള സാത്താൻ്റെ ദുരാത്മാക്കളെ ഭൗതിക ലോകത്തിലേക്ക് ചില കാര്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി, ചില വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി അയക്കുമ്പോഴാണ് അതിന് നമ്മൾ വിഷ്ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അല്ലല്ലോ. അപ്പോൾ വിഷ്ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറൽ ടേമാണ്. ഇനി വിഷ്ക്രാഫ്റ്റ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ വിസ്തരിക്കാൻ പോവുകയാണ്. അപ്പോൾ 2 തരത്തിലുള്ള വിഷ്ക്രാഫ്റ്റുകളുണ്ട്. അതായത് വിഷ്ക്രാഫ്റ്റുകൾ തെറ്റായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കൂടോത്രങ്ങളുണ്ട്, നല്ല ഉദ്ദേശത്തോട് ചെയ്യുന്ന കൂടോത്രമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, നല്ല ഉദ്ദേശത്തോട് ചെയ്യുന്ന കൂടോത്രം, അങ്ങനെ ഒരു കൂടോത്രം ഉണ്ടോ? അപ്പോൾ അത് ഞാൻ വിസ്തരിക്കാൻ പോവാണ്. ഹല്ലേലൂയ. അപ്പം ഇത് രണ്ടും, അതായത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കൂടോത്രവും നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന കൂടോത്രവും, 2 നല്ല ഇൻറ്റൻഷനോടുകൂടി ചെയ്യുന്ന കൂടോത്രവും, രണ്ടും വിശുദ്ധ ബൈബിളിനും ദൈവകൽപ്പനകൾക്കും എതിരാണ്. ഉറപ്പായിട്ടും പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് 2 പ്രവൃത്തികൾക്കകത്ത് നിങ്ങൾ പോകാൻ പാടില്ല. ഇനി അതായത് ഏതെങ്കിലും രീതിയിലുള്ള കൂടോത്രം എന്താണ്? ഏതെങ്കിലും വ്യക്തിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ശരിക്കും സോഴ്സറി എന്ന് പറയുന്നത്. അതിനെയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സോഴ്സറി എന്ന് പറഞ്ഞാൽ ആഭിചാരം എന്ന് പറയുന്ന വാക്കാണ്. അപ്പം മന്ത്രവാദമുണ്ട്, ആഭിചാരമുണ്ട്. അപ്പം ആഭിചാരം എന്താണ്? ആഭിചാരം എന്ന് വിളിക്കാൻ കാര്യം ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും കുടുംബങ്ങളെയോ ഏതെങ്കിലും സാഹചര്യങ്ങളെയോ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതിനെ എന്നാണ് ആഭിചാരം എന്ന് പറയുന്നത്. അല്ലല്ലേ? പിന്നെ നല്ല കൂടോത്രം എന്താണെന്നൊക്കെ നമ്മൾ പറയാൻ പോവാണ്. ഇനി എന്താണ് സോഴ്സറി? സോഴ്സറി എന്ന് പറഞ്ഞാൽ
ഡെലിബറേറ്റ് യൂസ് ഓഫ് ഇവിൾ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുള്ളായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ കണ്ട് ഒരു മന്ത്രവാദിനിയെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബിസിനസ്സിനെ തകർക്കാൻ വേണ്ടിയോ അവരുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയോ അവരുടെ മാരേജിനെ തകർക്കാൻ വേണ്ടിയോ പർപ്പസ്ഫുള്ളായിട്ട് അല്ല ഡെലിബറേറ്റായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഴ്സറി എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം മനസ്സിലായല്ലോ, രണ്ട് തരത്തിലുള്ള വിച്ച്ക്രാഫ്റ്റ് ഉണ്ട്. തെറ്റായ ഉദ്ദേശത്തോടുകൂടി നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതിന് നമ്മൾ സോഴ്സറി, ആഭിചാരം എന്ന് വിളിക്കും. നശിപ്പിക്കാൻ നല്ല ഇൻറ്റൻഷനോട് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, ഇനി ആഭിചാരത്തിനകത്ത് വ്യത്യസ്ത തരങ്ങളുണ്ട്. അതാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. 40 തരത്തിലുള്ള വ്യത്യസ്ത ആഭിചാരങ്ങൾ. കാരണം നിങ്ങളുടെ ലൈഫിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നോ അതിലധികമോ ഉറപ്പായിട്ടും എല്ലാ ക്രിസ്തീയ വിശ്വാസികളുടെ ലൈഫിനകത്തുണ്ട്. നിങ്ങളില്ലെന്ന് പറഞ്ഞാലും ഉണ്ട്. ഇല്ലെന്ന് പറയുന്നവർക്കാണ് ആദ്യം ഡെലിവറൻസ് വേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞതൊക്കെയാണ് ഞാനും, ഇതുപോലെ തന്നെ പല കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഇല്ലെന്ന് പറയുന്നവർക്കാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല, മുമ്പോട്ട് പോകാം. അപ്പം ആഭിചാരത്തിനകത്ത് ആദ്യത്തെ ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് മാജിക്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡാർക്ക് വിച്ച്ക്രാഫ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ ബ്ലാക്ക് മാജിക് എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം, അത് പർപ്പസ്ഫുള്ളായിട്ട് ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി ചില ശാപവാക്കുകൾ ഉച്ചരിച്ച് ചില പൂജകൾ നടത്തി ആ വ്യക്തിയെ നശിപ്പിക്കാൻ, ആ വ്യക്തിയുടെ ലൈഫിനെ മുടിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തീരുമാനങ്ങളെ, മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതിനെയാണ് ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഡാർക്ക് വിച്ച്ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ബിസിനസ് ഡീല് ചെയ്യുന്നവർ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ബ്ലാക്ക് മാജിക്. ഇപ്പം വലിയ ബിസിനസ് ഡീലാണെന്നിരിക്കട്ടെ, ഇപ്പോൾ $10 മില്യൺ ബിസിനസ് ഡീലുകളാണ്. അപ്പോൾ ഈ ബിസിനസ് ഡീൽ ചെയ്യുന്നവന്മാർ ഒരുത്തിന് ശരിയല്ലല്ലോ. അപ്പോൾ ഇവന്മാർ പോയി ഏതെങ്കിലും മന്ത്രവാദിയെ കണ്ടിട്ട് ആരുമായിട്ടാണോ ബിസിനസ് ചെയ്യുന്നത് അവനെതിരെ ബ്ലാക്ക് മാജിക് ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ, അപ്പോൾ ആ വ്യക്തി 10 മില്യണിന് സൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ അവൻ്റെ ചിന്തകളെ തിരിപ്പിച്ച് ആ പ്രൈസ് കുറപ്പിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ബ്ലാക്ക് മാജീഷ്യനെ കണ്ടിട്ട് പൈസ കൊടുക്കുമ്പോൾ ഇവിൾ സ്പിരിറ്റുകൾ, ദുരാത്മാക്കൾ വന്ന് വ്യക്തികളുടെ ചിന്തകളെ തിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്, ബെൻഡിങ് സമ്മൺസ് വിൽ. ചില വ്യക്തികളുടെ തീരുമാനങ്ങളെ ബ്ലാക്ക് മാജിക് മുഖാന്തരം മാറ്റാൻ സാധിക്കും. അപ്പം നമുക്ക് വളരെ സുപരിചിതമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് 50 ലക്ഷം രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെന്നിരിക്കട്ടെ. അല്ലല്ലോ, ഇപ്പോൾ ഒരുത്തൻ നമുക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് വരികയാണ്. ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് വന്നപ്പോൾ അവൻ ബ്ലാക്ക് മജീഷ്യനോട് പറയുന്നത് എന്താണെന്നറിയാമോ, 50 ലക്ഷമാണ് ഈ പുള്ളി ചോദിക്കുന്നത്, എനിക്കത് 35 ലക്ഷത്തിന് വേണം. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യേ, ബ്ലാക്ക് മാജിക് ചെയ്യേ, 5 ലക്ഷം നിനക്ക് തന്നേക്കാം. ഹല്ലേലൂയ. അപ്പോൾ അത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മന്ത്രവാദി ചില ദുരാത്മാക്കളെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിൽക്കുന്നവൻ്റെ മൈൻഡിനെ തിരിക്കും, അവൻ്റെ ടെൻഷൻ കൊണ്ടുവരും, അവൻ്റെ ഉള്ളിൽ ഒരു പെട്ടെന്ന് വിൽക്കാനുള്ള ഒരു കാര്യങ്ങളെ കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്യും, 50 ലക്ഷത്തിന് വിൽക്കാൻ തീരുമാനിച്ചവൻ അത് 35 ലക്ഷത്തിന് കൊടുത്തിട്ട് പോകും. അപ്പോൾ 15 ലക്ഷം താന്നു വിട്ടു. അതാണ് ശരിക്കും ബെൻഡിങ് സമ്മൺസ് വിൽ. ചിന്തകളെ തിരിക്കാൻ സാധിക്കും, മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പർപ്പസ്ഫുള്ളായിട്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റോറുകളിൽ കാണുന്ന പല പ്രോഡക്റ്റുകളും ഇങ്ങനെയാണ്. ചില പ്രോഡക്റ്റുകളെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകത്തുള്ളൂ. ബിക്കോസ് ഓൾ ദിസ് വേൾഡ് ഇസ് ഡിമോണിക് വേൾഡ്. നമ്മൾ എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ചില ഷോപ്പുകളിലേക്ക് നമ്മൾ കയറി കണ്ട ചില വസ്ത്രങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവസാനം നമ്മൾ വാങ്ങിക്കാൻ പോലും പോയില്ലെങ്കിലും ഏറ്റവും അവസാനം അത് വാങ്ങിച്ചിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ. ദർ ആർ സോ മച്ച് ഓഫ് മണി ഈസ് ഫ്ലോയിങ് ഫോർ ബ്ലാക്ക് മാജിക് ഓൺ ദിസ് ഇയർ. ഹല്ലേലൂയ. അപ്പോൾ ഇതൊരു നഗ്നമായ സത്യമാണ്. അപ്പം നമ്മൾക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവില്ലെങ്കിലും ദിസ് ഈസ് എ വെരി കോമൺ റിയാലിറ്റി ആൻഡ് ഇറ്റ് ഇസ് കീപ്പ് ഓൺ ഇൻക്രീസിങ്. ദ വേൾഡ് ഈസ് സച്ച് എ ഡിമോണിക് ടോൾ. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ബ്ലാക്ക് മാജിക്കിനകത്ത് രക്തം ഉപയോഗിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് മാജിക്. അപ്പം അതിനകത്ത് മനുഷ്യ രക്തം ഉപയോഗിക്കാം, കുഞ്ഞുങ്ങളുടെ രക്തം ഉപയോഗിക്കാം, മൃഗങ്ങളുടെ രക്തം ഉപയോഗിക്കാം, അല്ലേ? അതെല്ലാം എന്തിനാണ്? റിവെഞ്ച്, പവർ ആൻഡ് പേഴ്സണൽ ഗെയിൻ. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ഈ പൊളിറ്റീഷ്യൻസ്, അതോടൊപ്പം തന്നെ ഈ മ്യൂസീഷ്യൻസ്, അതോടൊപ്പം തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവർ അവരുടെ ഫിലിമിൻ്റെ സക്സസ്സിന് വേണ്ടി, പൊളിറ്റീഷ്യൻസ് അധികാരം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മ്യൂസീഷ്യൻസ് പ്രശസ്തി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമൺ പ്രാക്ടീസാണ് ബ്ലഡ് മാജിക്. അപ്പം ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രോസസ്സിനകത്ത് രക്തം ഉപയോഗിച്ച് അതിനെ വിളിക്കുന്നത് ബ്ലാക്ക് മാജിക് എന്നല്ല, ബ്ലഡ് മാജിക് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇതെല്ലാം ആഭിചാരത്തിൻ്റെ കാറ്റഗറിക്കകത്ത് വരുന്ന വിഷയങ്ങളാണ്. ഇനി മൂന്നാമത്തെ സോഴ്സറി എന്താണ്? നെക്രോമൻസി എന്ന് വിളിക്കും. നെക്രോമൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച വ്യക്തികളുടെ ആത്മാക്കളെ വിളിച്ചു വരുത്തി, ഹല്ലേലൂയ, അവരെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ചില ദുരാത്മാക്കളെ വിളിച്ചു വരുത്തി അവരെക്കൊണ്ട് ചില നാശങ്ങളെ ചെയ്യിപ്പിക്കുന്നതിനെയാണ് നെക്രോമൻസി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അപ്പം നെക്രോമൻസിയിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച വ്യക്തികളുടെ ശരീരഭാഗങ്ങൾ
ഉപയോഗിക്കും. പ്രത്യേകിച്ച് തലയോട്ടി അല്ലെങ്കിൽ അവരുടെ അസ്ഥികൾ പോലുള്ള വിഷയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രാർത്ഥനാ രീതികൾ ചെയ്യുന്നത്. ഇതിനെല്ലാം എഴുതപ്പെട്ട ബുക്കുകളുണ്ട്. നെക്രോമൻസി ചെയ്യാൻ എഴുതിയ നമ്മുടെ ബൈബിൾ പോലത്തെ ബുക്കുകളുണ്ട്. ഒക്കൾട്ടിക് പ്രാക്ടീസ് ചെയ്യുന്ന ബുക്കുകളുണ്ട്. ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് ഇവർ ചില ശവകുടീരങ്ങളിൽ ചെന്നിട്ടാണ് അത് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ശവകുടീരങ്ങൾ തുരന്നെടുത്ത് ഈ തലയോട്ടി എടുക്കും, അല്ലെങ്കിൽ ഈ ബോണുകളെടുക്കും, അസ്ഥികളെടുക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശവകുടീരങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കകത്ത്? അത് നമുക്ക് മെൻറ്ററിങ് ക്ലാസ്സിൽ കുറച്ചുകൂടെ സംസാരിക്കാം. കാരണം ഇറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് ടോപ്പിക്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇവരെന്ത് ചെയ്യും? ചില അസ്ഥികളെടുത്ത് പ്രാർത്ഥിച്ചെന്ത് ചെയ്യും? ആ സ്പിരിറ്റുകളെ ശവകുടീരങ്ങൾക്കകത്തുനിന്ന് റിലീസ് ചെയ്ത് ചില നാശങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ നെക്രോമൻസി എന്ന് പറയും. ഇനി 4ാമത്തെ ടൈപ്പ് വിഷയത്തെ വിളിക്കുന്ന പേരാണ് ഇവിൾ എൻചാൻറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വസ്തുക്കളിലേക്ക്, ചില പ്രതിമകളിലേക്ക്, ചില ആഹാര പദാർത്ഥങ്ങളിലേക്ക് ചില പൂജകളും പ്രാർത്ഥനകളും ചെയ്ത് നമ്മൾ ആ വസ്തുക്കളോ ആ പ്രതിമകളോ ആഹാരമോ നമ്മൾ റിസീവ് ചെയ്താൽ ഒരു കൂട്ടം ദുരാത്മാക്കൾ നമ്മളെ അഫക്റ്റ് ചെയ്യും. ഞാൻ ഇതിൻ്റെ വലിയൊരു കടന്നുപോയൊരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യത്തിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ MCA കഴിഞ്ഞിട്ട് ഈ MCAയുടെ അവസാനം പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിന് വേണ്ടി എന്നെ വിട്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈയിലാണ്, IIT മുംബൈ. അപ്പോൾ IIT മുംബൈ ഞാൻ ചെന്ന് അവിടെ ഞാൻ റിസർച്ച് അസോസിയേറ്റായിട്ട് ഒരു 3 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു മലയാളി അവിടെ PhD ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT മുംബൈ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥലത്ത് നോക്കി ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ഇതൊരു മലയാളിയായിരുന്നു. അപ്പോൾ മലയാളി ആയതുകൊണ്ട് ഞാൻ അദ്ദേഹമായിട്ട് വളരെ പെട്ടെന്ന് കമ്പനിയായി. സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളിയായ ഈ പയ്യൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ, അദ്ദേഹം എന്ത് ചെയ്തു? ഈ മലയാളി പയ്യന് ഒരു ബോക്സ് കൊടുത്തു. ഹല്ലേലൂയ. ഒരു ചെറിയ ബോക്സ്. ആ ബോക്സ് എന്ന് പറയുന്നത് ഒരു മന്ത്രവാദം ചെയ്ത, ഇതുപോലെ ഇവിൾ എൻചാൻറ്റ്മെൻറ്റ് ചെയ്തൊരു ബോക്സ് ആയിരുന്നു. ആ ബോക്സ് ഈ മലയാളി പയ്യൻ, PhD ചെയ്യുന്ന മലയാളി പയ്യൻ കൈപ്പറ്റിയ നിമിഷം തൊട്ട് അവന് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം ഒരു കൂട്ടം ദുരാത്മാക്കൾ അവനെ അറ്റാക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇത് 2001 നടക്കുന്ന കാര്യമാണ്. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ്, അന്ന് എനിക്ക് കൂടോത്രം മന്ത്രവാദം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് ഞാൻ പോയി പണി നോക്കണമെന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ എനിക്ക് യേശുവിനെ തിരിച്ചറിഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ ക്രിസ്തീയ ഭവനത്തിലൊക്കെ ജനിച്ചു വന്നതാണെങ്കിലും നമുക്കൊരു ആത്മാവിലൊരു യേശു ആരാന്നൊന്നും അറിയത്തൊന്നുമില്ലല്ലോ. 2007 ശരിക്കും ഞാൻ വീണ്ടും ജനന അനുഭവത്തിലേക്കും രക്ഷയുടെ അനുഭവത്തിലേക്കും വരുന്നത്. ഇത് 2001 നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഈ പയ്യന് പല ദിവസങ്ങൾ, ആഴ്ചകളായിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഉറങ്ങാതെ ഒരു ദിവസം ഈ ടേബിൾ ടെന്നീസ് കോർട്ടുണ്ട്. അപ്പോൾ ആ കോർട്ടിൽ വന്നിട്ട് അവനോട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളിങ്ങനെ കാണും, പറഞ്ഞു, ജിയോ ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്, എനിക്ക് ഒരു ദിവസമെങ്കിലും ഉറങ്ങണം, കഴിഞ്ഞ 7-8 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല, എന്ത് ചെയ്യണം? ഞാൻ ചോദിച്ചത് എന്ത് ചെയ്യണം? എനിക്ക് ഒരു പയ്യൻ കൂടോത്രം ചെയ്ത ഒരു ബോക്സ് തന്നു. ആ ബോക്സ് ഞാൻ കൈപ്പറ്റിയതിന് ശേഷം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പുല്ല് പോലെ പറഞ്ഞു, നീ എൻ്റെ കയ്യിലോട്ട് തന്നേക്കെ, എനിക്ക് ഈ സംഭവത്തിനകത്ത് ഒന്നും ഒരു വിശ്വാസമില്ല, നീ എൻ്റെ കയ്യിലോട്ട് തന്നേക്കെന്ന് പറഞ്ഞ് അവനും റൂമിൽ ചെന്നിട്ട് ആ ബോക്സ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ബോക്സ് എൻ്റെ കയ്യിൽ കിട്ടിയ സമയം തൊട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കടക്കാൻ പറ്റുന്നു, പക്ഷേ ഹാർട്ട് ബീറ്റ് കൂടുന്നു, തലയിലെന്തോ അറ്റാക്ക് ചെയ്യുന്നു, ഭയങ്കര വിഷയങ്ങൾ. എന്നിട്ട് ഞാൻ തലയിറങ്ങി വീണ സമയത്ത് എൻ്റെ കൂട്ടുകാരാണ് എന്നെ എഴുന്നേൽപ്പിച്ച് ഇന്ന് വെള്ളമൊക്കെ കുടിപ്പിച്ച്, എന്താ വിഷയമെന്ന് അവർക്കും അറിയത്തില്ല. കാരണം മറ്റ് മതവിഭാഗങ്ങളിലുള്ളവരായിരുന്നു എൻ്റെ കൂട്ടുകാർ. അപ്പം അന്ന് എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. അപ്പം അന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. പിന്നെ ഞാൻ ഈ പയ്യനെ തന്നെ, ഈ മലയാളി പയ്യനെ തന്നെ വിളിച്ച് ഈ ബോക്സ് അവന് തിരിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ആ പയ്യൻ ശരിക്കും മാനസിക രോഗിയായിട്ട് IITയിൽ നിന്ന് PhD സ്റ്റോപ്പ് ചെയ്ത് അവൻ്റെ പേരൻസ് ഒന്ന് കൊണ്ടുകൊണ്ട് വന്നു. ഹല്ലേലൂയ. അപ്പം അന്ന് എനിക്ക് കർത്താവിനൊന്നും അറിയത്തില്ല, നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവൻ്റെ പെട്ടി മുഖാന്തരം എനിക്ക് കിട്ടിയത് എന്താണ് ശരിക്കും ഏത് കൂടോത്രത്തിൻ്റെ എൻചാൻറ്റ്മെൻറ്റ് മുഖാന്തരം. ഹല്ലേലൂയ. അപ്പോൾ ഈ എൻചാൻറ്റ്മെൻറ്റ് ആൾക്കാർ ചെയ്യുന്നത് ചില പാവകൾ, ഇപ്പോൾ നിങ്ങൾ വൂഡു ഡോൾസ് എന്ന് കേട്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ചില പാവകൾ, ആ പാവകളുടെ മേൽ ചില പ്രാർത്ഥനകൾ ചെയ്യും. എന്നിട്ട് ആ പാവകൾ ഗിഫ്റ്റായിട്ട് കൊടുക്കും. നമ്മളൊന്നും അറിയാതെ ആ ഗിഫ്റ്റ് അങ്ങ് വാങ്ങും. അത് വാങ്ങുമ്പം ഒരു കൂട്ടം ദുരാത്മാക്കളെയാണ് ശരിക്കും റിലീസ് ചെയ്യപ്പെടുന്നത്. ചില വിഗ്രഹങ്ങൾ, ചില സ്റ്റാച്യൂസ്, അത് മുഖാന്തരം എന്താണ് നമ്മൾ കൈപ്പറ്റുമ്പോൾ ആ ദുരാത്മാക്കൾ നമ്മുടെ അഫക്റ്റീവാണ്. പിന്നെ ആഹാര പദാർത്ഥങ്ങൾ, നമുക്കത് വളരെ കോമൺ ആണ്. നമ്മുടെ ഡെലിവറൻസ് മിനിസ്ട്രിയിലൊക്കെ ഒത്തിരി ആൾക്കാർ വോമിറ്റിങ് ചെയ്യുന്നതൊക്കെ ശരിക്കും ഇങ്ങനെ പൂജിച്ച് പ്രാർത്ഥിച്ച് പല ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചത് മുഖാന്തരം അതാണ് രക്തത്തിൽ നിന്ന് പരിശുദ്ധാത്മാ വോമിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ചില ഗിഫ്റ്റുകൾ, അപ്പോൾ എല്ലാം നമ്മൾ റിസീവ് ചെയ്യുമ്പം, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ റിസീവ് ചെയ്യുമ്പോൾ എല്ലാം യേശുവിൻ്റെ രക്തത്തിൽ പൊതിഞ്ഞ് നമ്മൾ റിസീവ് ചെയ്യാൻ പഠിക്കണം. ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള പ്രാക്ടീസുകളാണ്, ഇന്നും നിലനിൽക്കുന്ന പ്രാക്ടീസുകളാണ്. ഇനി 5ാമതായിട്ട് പെട്ടെന്ന് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ സമയം അധികം വെച്ച് മുമ്പോട്ട് പോകുന്നു. അല്ലെങ്കിൽ ഇത് അധികം നീണ്ടുപോയാൽ പല ആൾക്കാർ പിന്നീട് വാച്ച് ചെയ്യത്തില്ല. എങ്കിലും ഇത് വളരെ ഇൻഫർമേറ്റീവ് ആകുമെന്ന് നിങ്ങൾ അനേകം പേർക്ക് ഷെയർ ചെയ്തെടുക്കുന്നു. ഒക്കെ പയ്യൻ ആ ബോക്സ് ആ നോർത്ത് ഇന്ത്യന് തന്നെ തിരിച്ചു കൊടുത്തും മതിയായിരുന്നു. അവൻ തിരിച്ചു വാങ്ങത്തില്ല സിസ്റ്ററെ. ഹി വിൽ നെവർ ടേക്ക് ഇറ്റ് ബാക്ക്.
അതായത് അത് വിൽഫുള്ളി കൊടുത്തതാണ്. അതായത് ഇതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്, അതായത് വിൽഫുള്ളി സ്വന്തം തീരുമാനത്താൽ സ്വീകരിച്ചതാണ്. ഇനി അത് സ്വന്തം തീരുമാനത്താൽ വേറെ ആരെങ്കിലും സ്വീകരിച്ചാൽ മാത്രമേ അത് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. അതിനാണ് ഞാനത് സ്വീകരിച്ചത്. ഹല്ലേലൂയ. എന്നെക്കൊണ്ട് അവൻ സ്വീകരിപ്പിച്ചത്, കാരണം എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ. സോ ദാറ്റ്സ് വാട്ട് ഐ എം ജസ്റ്റ് ട്രൈങ്. ഓക്കെ. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവനത് ഡ്രോപ്പ് ചെയ്തു. ആ പയ്യനെയും കൊണ്ട് അവരുടെ പേരൻസ് മാനസിക രോഗിയായി പോയി. ആ പയ്യൻ he became really a psychiatric patient. ആൻഡ് പേരൻസ് വന്നു, അവിടെ IIT നിന്ന് അവരെ വിളിപ്പിച്ചു കൊണ്ടുപോയി. ഓക്കെ. ഇനി പെട്ടെന്ന് മുമ്പോട്ട് പോകണം. സോൾ ട്രേഡിങ്. ഞാൻ വേഗം പോകാൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ. സോൾ ട്രേഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സോള്, ഹല്ലേലൂയ, സ്പിരിറ്റ് അല്ല സോള്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, സ്പിരിറ്റും സോളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും വ്യക്തികൾ, ക്രിസ്തീയ വിശ്വാസികൾക്ക് സോൾ എന്താണെന്നും സ്പിരിറ്റ് എന്താണെന്നും അറിയത്തില്ല. ബോഡി പിന്നെ നമുക്കറിയാമല്ലോ. സോൾ, ഒരു വ്യക്തിയുടെ സോൾ ട്രേഡ് ചെയ്യാൻ സാധിക്കും. എന്തിനാണ്? അധികാരത്തിന് വേണ്ടി, ശക്തിക്ക് വേണ്ടിയും സൂപ്പർ നാച്ചുറൽ ഫേവറിന് വേണ്ടിയും ട്രേഡ് ചെയ്യാൻ സാധിക്കും. വളരെ കോമൺ ആണ് ഇന്ന് മ്യൂസീഷ്യൻസ്, ഫിലിം സ്റ്റാറുകൾ, പൊളിറ്റീഷ്യൻസ്, ഇവരെല്ലാം വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിക്കും സോൾ ട്രേഡിങ്. ഇതെന്താണ്? ഒരു ഡിമോണിക് കോൺട്രാക്റ്റാണ്. ഈ അന്ത്യകാലത്ത് ഈ എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര എടുക്കരുത് എന്ന് വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ മുദ്ര എടുക്കുമ്പോൾ, വലത് കൈയിലോ നെറ്റിയിലോ എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര എടുക്കുമ്പോൾ, ആത്മീയ തലത്തിൽ ആ വ്യക്തിയുടെ സോള് സാത്താന് ട്രേഡ് ചെയ്യുന്നത് പോലെയാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലും സ്വർഗത്തിൽ നിന്ന് വരുന്ന പിതാവിൻ്റെ ഒരു സീലുണ്ട് അല്ലേ. 144,000, 1,44,000 വ്യക്തികൾക്ക് അവരുടെ ജൂയിഷ് 144,000, ജെൻറ്റൈൽസിൽ നിന്നൊരു 144,000 ഉണ്ട്. അപ്പോൾ അവരുടെ ഫോർ ഹെഡിൽ എന്താ വരുന്നത്? പിതാവിൻ്റെ മുദ്ര വരുന്നു. ഇതുപോലെ സാത്താൻ ഒരു മുദ്രയുണ്ട്. ഹല്ലേലൂയ. അപ്പം ഒരു വ്യക്തി സോൾ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ സാത്താൻ്റെ മുദ്രയാണ് ആ വ്യക്തിയുടെ ഫോർ ഹെഡിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. അപ്പം അതാണ് സോൾ ട്രേഡിങ്. അപ്പോൾ അതുകൊണ്ടാണ് എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഒരിക്കലും എടുക്കരുത്. കാരണം എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സോള് പൂർണ്ണമായിട്ട് ലൂസിഫറിന് കൊടുത്തതാണ് ശരിക്കും. ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത്, അങ്ങനെ ചെയ്യുന്ന എല്ലാ വ്യക്തികളും അവസാനം അഗ്നിപ്പൊയ്കയിൽ, തടാകത്തിൽ എറിയപ്പെടും എന്ന് വ്യക്തമായിട്ട് പറയാനുള്ള കാരണം അതാണ്. ഹല്ലേലൂയ. ഇനി അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് സോൾ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നൊരു വിഷയമാണ്. ഈ സോൾ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല റാങ്കിലുള്ള ഒരു മന്ത്രവാദി അല്ലെങ്കിൽ മന്ത്രവാദിനി എന്താണ്, ഈ സോളുകൾ, വ്യക്തികളുടെ സോളുകളെ ക്യാപ്ചർ ചെയ്ത് ഒരു കറൻസി പോലെ, ഒരു നോട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിനാണ്. അതെന്തിനു വേണ്ടിയാണ്? അധികാരം, ശക്തി, പ്രശസ്തി, റെക്കഗ്നിഷൻ, കൺട്രോൾ. ഹല്ലേലൂയ. അപ്പോൾ ഈ സോൾ ട്രേഡിങ്ങും സോൾ ട്രാഫിക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സോൾ ട്രേഡിങ് ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ സോൾ ട്രാഫിക്കിങ് ചെയ്യണമെങ്കിൽ മന്ത്രവാദികളുടെ ഇടയിലുള്ള റാങ്ക് കൂടിയ വ്യക്തികൾ തന്നെ വേണം. ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് ദീസ് ആർ ഓൾ, ഇതിനൊക്കെ എഴുതപ്പെട്ട പ്രോട്ടോക്കോൾസ് ഉണ്ട്, രീതികളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ സോൾ ട്രാഫിക്കിങ് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റത്തില്ല. മന്ത്രവാദത്തിനകത്ത് തന്നെ റാങ്ക്, സ്പിരിച്വൽ റാങ്ക് കൂടിയ വ്യക്തികൾക്ക് മാത്രമേ സോൾ ട്രാഫിക്കിങ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി പെട്ടെന്ന് പോട്ടെ, സോൾ സ്വാപ്പിംഗ്. സോൾ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ സോള് മറ്റൊരു വ്യക്തിയിലേക്കും ആ വ്യക്തിയുടെ സോള് ഈ വ്യക്തിയുടെ ബോഡിയിലേക്കും സ്വാപ്പ് ചെയ്യുന്നതിനെയാണ് ശരിക്കും സോൾ സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇനി ഈ പഴയ കാലത്ത് മാത്രമല്ല, ഇന്നും ഈ പ്രശസ്തരായിട്ടുള്ള ബിസിനസ് ആൾക്കാർ, അധികാരികൾ, ഇവരൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രായമായി കഴിയുമ്പോൾ ആ പ്രായമായ വ്യക്തികളുടെ സോൾ എന്ത് ചെയ്യും? ഒരു യങ്ങായിട്ടുള്ള പ്രായം കുറഞ്ഞൊരു വ്യക്തിയുടെ സോൾ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഈ വ്യക്തിയുടെ സോൾ അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും. അത് വളരെ പോസിബിളാണ്. ഇതെല്ലാം പോസിബിളാണ്. ഓക്കെ. ഹല്ലേലൂയ. ഈ അടുത്ത സമയത്ത് നിങ്ങൾക്കറിയാമോ, ഈജിപ്ഷ്യൻ പിരമിഡിൻ്റെ താഴെ സിറ്റികൾ കണ്ടുപിടിച്ചു. വളരെ സിറ്റികൾ, അതായത് ഏക്കർ കണക്കിന് സിറ്റികളാണ്, അല്ലെ, നഗരങ്ങൾ കണ്ടുപിടിച്ചു ഈ ഈജിപ്ഷ്യൻ പിരമിഡിൻ്റെ താഴെ. എന്നാലോചിച്ച് നോക്കി, ഇത്രയും നാളും ആ സിറ്റി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. ആരുടെ ഇതുപോലാണ് പല ആത്മീയ മർമ്മങ്ങൾ. അപ്പോൾ ആത്മീയ മർമ്മങ്ങൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്യുമ്പോൾ അതിനെതിരെ മറുതലിച്ചിട്ട് കാര്യമില്ല. അതിനെതിരെ അപവാദം പറഞ്ഞു വരുത്തി, വ്യാജമാണെന്ന് പറഞ്ഞു വരുത്തിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലാണ് ശരിക്കും സോൾ സ്വാപ്പിംഗ്. ഇറ്റ് ഈസ് എ റിയാലിറ്റി. ദിസ് ഈസ് ദെയർ. ഓക്കെ. നൗ സോൾ മാസ്കിങ്, ഇത് ഭയങ്കര സീരിയസ് സംഭവമാണ്. ഈ അന്ത്യനാളുകളിൽ ക്രിസ്തീയ വിശ്വാസികളെയും ദൈവ ശുശ്രൂഷകരെയും സാത്താൻ ഇടാൻ പോകുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് ശരിക്കും സോൾ മാസ്കിങ്. അപ്പോൾ സോൾ മാസ്കിങ് ചെയ്യുന്നത് സ്പിരിച്വൽ ലാബ് എന്ന് പറഞ്ഞൊരു വിഷയം ഈ മിനിസ്ട്രി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. സാത്താൻ അദൃശ്യ ആത്മീയ ലോകത്തിൽ സ്പിരിച്വൽ ലാബ് ഉണ്ട് ശരിക്കും. അപ്പോൾ ആ സ്പിരിച്വൽ ലാബിനകത്ത്
ഈ ഫോളൻ ഏഞ്ചൽസുകൾ, ഡീമൻസ്, അതിൻ്റെയൊക്കെ DNA സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്കറിയാം ഹ്യൂമൻ റിലേറ്റീവ് മനുഷ്യൻ്റെ DNAകൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അല്ലേ? ഇപ്പം നമ്മുടെ DNA ചേഞ്ച് ചെയ്താൽ നമ്മുടെ മുടി വളരും, മുടിയുടെ കളർ മാറ്റും, കണ്ണിൻ്റെ കളർ മാറ്റും, എല്ലാം ചെയ്യാൻ സാധിക്കും. അത് ഫിസിക്കൽ വേൾഡിൽ സാധിക്കുമെങ്കിൽ സ്പിരിച്വൽ വേൾഡിൽ എത്രയോ അധികമായിട്ട് അത് സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ സാത്താൻ ഒരു സ്പിരിച്വൽ ലാബുണ്ട്. സ്വർഗത്തിലും അനേകം ലാബുകളുണ്ട്, ഓർഗൻ ലാബുണ്ട്. ഇനി അതുപോലെ തന്നെ സാത്താന് ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകത്ത പോലുമില്ല. സാത്താന് ഈ ആയുധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന അവൻ്റെ ഫാക്ടറികളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ചില ആൾക്കാർ വിചാരിച്ചേക്കുന്നത് ഈ കൊളോഷ്യൻസിൽ പറഞ്ഞ നിരായുധമാക്കി ഒക്കെ അതിനിപ്പോൾ സാത്താനൊരു ആയുധമില്ല. പൊട്ടന്മാരാവല്ലേ? ഹല്ലേലൂയ, പൊട്ടന്മാരാവല്ലേ? ലുക്ക് അറ്റ് ദ വേൾഡ്. ഓക്കെ, ലോകത്തെ നോക്കാദ്യം. 800 കോടി ജനങ്ങളുണ്ട്. അതിനകത്ത് 700 കോടിയും 750 കോടിയും സാത്താൻ്റെ കയ്യിലിരിക്കുന്നത്. അവന് യാതൊരു ആയുധവും ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് 750 കോടി ജനങ്ങളും സാത്താൻ്റെ കയ്യിലിരിക്കുന്നത്. അതിനകത്ത് 50 കോടിയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നട്ടലുള്ള എത്ര എണ്ണം ഉണ്ട്? ഹല്ലേലൂയ, പൊട്ടന്മാരാവല്ലേ കേട്ടോ. സോ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എന്താ അതിൻ്റെ സംഭവം എന്ന് ഗ്രഹിക്കേ. ഹല്ലേലൂയ, എന്താ സംഭവം എന്ന് മനസ്സിലാക്കിയിട്ട് വിവേചിച്ച് അത് സ്വീകരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇല്ലെന്ന് അതിന് അർത്ഥമില്ല. അപ്പോൾ സോൾ മാസ്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ലാബിൽ ക്രിയേറ്റ് ചെയ്ത സ്പിരിറ്റുകൾ. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജിയോ എന്ന് പറയുന്ന വ്യക്തി, അപ്പോൾ ഈ സോൾ മാസ്കിംഗ് അവൻ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് ക്രിസ്തീയ വിശ്വാസികളെയും മിനിസ്ട്രികളെയും സെർവൻസ് ഓഫ് ഗോഡിനെയുമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ജിയോ എന്ന് പറയുന്ന എൻ്റെ സോളിന് ഒരു നേച്ചറുണ്ട്, എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, എനിക്കൊരു ക്യാരക്ടറുണ്ട്, എൻ്റെ ഇമോഷൻസ് ഉണ്ട്, എൻ്റെ ഒരു ടൈപ്പ് ഉണ്ടല്ലേ. അപ്പോൾ അതുപോലത്തെ സ്പിരിറ്റുകളെ സ്പിരിച്വൽ ലാബിൽ അവന് കോഡ് ചെയ്യാൻ സാധിക്കും. കോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിനകത്ത് ശുശ്രൂഷയുടെ തലങ്ങളിലോ മുമ്പോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും പാപം മുഖാന്തരം ഒരു വാതിൽ ഞാൻ തുറന്നു കൊടുക്കുമ്പം ഈ സ്പിരിച്വൽ ലാബിൽ ക്രിയേറ്റ് ചെയ്ത ആ സ്പിരിറ്റ് എൻ്റെ സോളിനെ മാസ്ക് ചെയ്യും. മാസ്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സോളിൻ്റെ മേൽ ആ സ്പിരിറ്റ് വന്ന് ഇരുന്നിട്ട് എന്തോ അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ സോൾ മാസ്കിങ് ഇത്ര സീരിയസ് ആകാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന ആ ഡിമോണിക് സ്പിരിറ്റ് ഉണ്ടല്ലോ, എൻ്റെ സ്വഭാവത്തെ സ്ലോലിയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്നെ കാണുമ്പോൾ പഴയ ജിയോ ബ്രദർ തന്നെയാണെന്ന് തോന്നും. പക്ഷേ മാസങ്ങൾ മുമ്പോട്ട് പോകുമ്പം പതിയെ എന്താണ് ക്യാരക്ടറിനകത്ത് മാറ്റം വരും. അഹങ്കാരം കയറാൻ തുടങ്ങും, പ്രൈഡ് കയറാൻ തുടങ്ങും, സ്പിരിച്വൽ പ്രൈഡ് വരാൻ തുടങ്ങും. അറ്റവും മൂലം അറിഞ്ഞിട്ട് എല്ലാം അറിഞ്ഞതുപോലെയാണ് ശരിക്കും. ഹല്ലേലൂയ. ഒരു പ്രവചനം ശരിയായി കഴിഞ്ഞാൽ പിന്നെ അന്ത്യത്തോളം പിന്നെ വലിയ പ്രവാചകനായി. ഒരു പ്രവചനമേ ശരിയായിട്ടുള്ളൂ, വലിയ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഹല്ലേലൂയ. സോ പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയുള്ള അഹങ്കാരം വരാനുള്ള കാര്യം എന്താണ്? ശരിക്കും ഇതുപോലുള്ള സോൾ മാസ്കിങ്, ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യും. അതാണ് സോൾ മാസ്കിങ്. പിന്നെന്താണ്? പഠിപ്പീരുകൾ മാറും. പിന്നെന്താണ്? അഭിഷേകത്തിനകത്ത് സാത്താൻ്റെയും കൂടെ മിക്സാവും. ഇതാണ് സോൾ മാസ്കിങ്ങിൻ്റെ പ്രശ്നം. ഇത് 2022 യേശു കർത്താവ് എന്നെ ഇത് സംസാരിക്കുമ്പം, ഈ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ വിറച്ചു പോയി. ശരിക്കും വിറച്ചു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സോൾ മാസ്കിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കറിയത്തില്ല, ആ വ്യക്തിക്ക് പിന്നെ അറിയത്തില്ല. അതുകൊണ്ടാണ് ശരിക്കും പല വ്യക്തികളും വഴിതെറ്റി പോകുന്നത്. പിന്നെ വിവേചിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ വിവേചിക്കാനും തിരുത്താനും സാധിക്കത്തുള്ളൂ. പക്ഷെ തിരുത്തണമെങ്കിൽ ആഴത്തിലുള്ള റിപ്പൻറ്റൻസ് വേണം. സോ അതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് വിശുദ്ധിയോടെ സൂക്ഷിക്കണം എന്ന് പറയാനുള്ള കാര്യം. ഹോളിനെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ശുശ്രൂഷകൾക്കകത്ത് നിൽക്കുന്നവർ വിശുദ്ധിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. വാതിലുകൾ തുറന്നിട്ട് കൊടുക്കല്ലേ. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സേഫ് ഗാർഡ് ഓൾ തിങ്സ് ഓഫ് യു. ഓക്കെ. സോൾ മാസ്കിങ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സോൾ മാസ്കിങ്ങിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറപ്ഷൻ സ്ലോലിയാണ് വരുന്നത്. അപ്പം അതിലേക്ക് പ്രവേശിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ബോഡിയിലേക്കാണ് പ്രവേശിക്കുന്നെങ്കിൽ ഞാൻ അറിയത്തില്ല. കാരണം എൻ്റെ പോലുള്ള ഒരു സോളാണ് ആ സ്പിരിറ്റ് മാസ്ക് ചെയ്യുന്നത്. അപ്പം ഇനിഷ്യലി എൻ്റെ നേച്ചറുകളൊക്കെയാണ്, മാറ്റമില്ലല്ലോ. പക്ഷേ സ്ലോലി ഒരു പോയിസൺ ഇഞ്ചെക്റ്റ് ചെയ്ത് ഒരു വ്യക്തിയിൽ മാറ്റം വരുന്നത് പോലാണ് ശരിക്കും ഈ സോൾ മാസ്കിങ്. ഈ അന്ത്യകാലത്ത് സാത്താൻ റിലീസ് ചെയ്യുന്ന അവൻ്റെ പല സ്ട്രാറ്റജികൾ, എല്ലാ സ്ട്രാറ്റജിയും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഓക്കെ, അത് എൻ്റെയും മിനിസ്ട്രികളിലൂടെയാണ് കർത്താവ് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. സോ എൻ്റെയും മിനിസ്ട്രീസ്, അവരിലൂടെയാണ് സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളും. കർത്താവ് എല്ലാം, അവൻ കിച്ചണിൽ കുക്ക് ചെയ്യുന്നതിന് മുമ്പേ കർത്താവിന് ഇതെല്ലാം അറിയാം. സോ ദ ലോർഡ് വിൽ ടെൽ us and tell that everything is coming. ഇതെല്ലാം വരുക. നെഫിലിംസ് വരാൻ പോവാണ്. ഹല്ലേലൂയ. ക്ലോൺഡ് ഹ്യൂമൻ ബീങ്സ് വരാൻ പോവാണ്. റോബോട്ടിക് സിസ്റ്റം വന്ന് ബാക്കിയുള്ള എല്ലാം ചേഞ്ച് ചെയ്യാൻ വേണം. ദ ലോർഡ് വിൽ റിവീൽ എവറിത്തിങ്. പക്ഷേ അത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെളിപ്പാട് പുസ്തകത്തിനകത്ത് ആഴത്തിൽ പറയുന്നത് എന്താ? പരിശുദ്ധാത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് ആ ചെവി ഒന്ന് തുറന്നു കൊടുക്കാൻ പലർക്കും താല്പര്യമില്ല.
ഹല്ലേലൂയ. അപ്പം അതാണ് നമുക്ക് പ്രശ്നം. ഇനി സോൾ ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സോൾ, സ്പിരിറ്റ് അല്ല. എപ്പോഴും ശ്രദ്ധിക്കണം, സ്പിരിറ്റും സോളും അതിൻ്റെ വ്യത്യാസമുണ്ട്. ഈ വരുന്ന ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞുള്ള ശനിയാഴ്ച നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചൊന്ന് സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ സോൾ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സോള് ഏതെങ്കിലും ഒരു ഡിമോണിക് എൻറ്റിറ്റിയുമായിട്ട് ബന്ധിക്കുക പ്രാർത്ഥനകളിലൂടെ. അതെന്തിനാണ് അവർ ചെയ്യുന്നത്? ഈ കമിതാക്കൾ ചെയ്യും, ലവേഴ്സ് അത് ചെയ്യാറുണ്ട്. പിന്നെ ഒരു വ്യക്തിയെ ബന്ധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അധിക ശക്തി കിട്ടാൻ വേണ്ടി, ഒരു വ്യക്തിയെ കുരുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചില റിങ്ങുകളോട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ചില വ്യക്തികൾ ഡെലിവറൻസ് ചെയ്യുമ്പോൾ റിങ്ങുകൾ ഞാൻ ഊരിക്കളയുന്നത് നിങ്ങൾ ഫിസിക്കൽ മീറ്റിങ്ങിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. റിങ്ങുകൾ കാരണം റിങ്ങുകളോട്, ഓബ്ജക്റ്റുകളോട് ബൈൻഡ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി പോസിബിൾ. ഓക്കെ. ഇനി 10ാമത്തെ കാര്യം സോൾ തെഫ്റ്റ്. സോൾ തെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു വ്യക്തിയുടെ ആ സോളിനെ സ്റ്റീൽ ചെയ്യുക. ഇനി സോളിനെ സ്റ്റീൽ ചെയ്യുക എന്ന് പറയുമ്പം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല സംഭവം. അതായത് ഇപ്പം എൻ്റെ സോളിനെ മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സോൾ എവിടെ? അപ്പോൾ എനിക്ക് സ്പിരിറ്റും ബോഡിയും മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ വരും. അതിനെയാണ് ശരിക്കും ഈ സോൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ആത്മീയത സത്വം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സോൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സോൾ തെഫ്റ്റ് എന്താണ്, സോൾ മാസ്കിങ് എന്താണ്, സോൾ ട്രേഡിങ്, ഇതെല്ലാം നമ്മൾക്ക് തെളിഞ്ഞു വരും. അപ്പോൾ ഇപ്രാവശ്യത്തെ പബ്ലിക് മീറ്റിങ്ങിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എവറിതിങ് അബൌട്ട് സോൾ ആണ്. വലിയ ഡെലിവറൻസുകളാണ് ശരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോൾ തെഫ്റ്റ് അങ്ങനെയുള്ള വിഷയങ്ങളല്ല. അപ്പോൾ സോൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സോൾ തെഫ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ആഴത്തിൽ ഇപ്രാവശ്യത്തെ ഫിസിക്കൽ മീറ്റിങ്ങിൽ അതെല്ലാം പഠിക്കണം. നിങ്ങളെല്ലാം ജോയിൻ ചെയ്തായിട്ട് നമുക്ക് അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾക്കകത്തു നിന്നൊക്കെ ആഴത്തിൽ ഡെലിവറൻസുകൾ നമ്മൾ എടുക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഈ സോൾ തെഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ കൂടാതെ ആ വ്യക്തിയുടെ സോളിൽ നിന്ന് ചില എനർജികൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ടു പ്രൊലോങ് ലൈഫ്, ഒരു വ്യക്തിയെ ബന്ധിക്കാൻ സാധിക്കും. ചില വ്യക്തികളുടെ മെമ്മറിക്കകത്തിരിക്കുന്ന ഇൻഫർമേഷനുകൾ സ്റ്റീൽ ചെയ്യാൻ സാധിക്കും. ദീസ് ആർ ഓൾ വെരി മച്ച് പോസിബിൾ. ഓക്കെ. നൗ അടുത്ത സോൾ ഫ്യൂഷൻ. സോൾ ഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സോള് ഒരു ഡിമോണിക് എൻറ്റിറ്റിയുമായിട്ട് മെർജ് ചെയ്ത് ഹൈബ്രിഡ് പോലെ വർക്ക് ചെയ്യുക. ഇറ്റ്സ് എ ഹൈബ്രിഡ് എൻറ്റിറ്റി. ഇപ്പോൾ എൻ്റെ ബോഡിയാണെങ്കിൽ എൻ്റെ ബോഡിയിലുള്ള സോളും ഒരു ഡിമോണിക് സ്പിരിറ്റ് തമ്മിൽ മെർജ് ചെയ്ത് ഒരു ഹൈബ്രിഡ് പോലെ ഓപ്പറേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിനെ സോൾ ഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ശരിക്കും ചില ആൾക്കാർ ഈ സോൾ ട്രാവലിംഗ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ചെയ്യും. നമുക്കറിയാം സ്പിരിറ്റ് ട്രാവലിംഗ് ഉണ്ട്, സോൾ ട്രാവലിംഗും പോസിബിളാണ്, 100% പോസിബിളാണ്. നിങ്ങളുടെ സ്പിരിറ്റിനെയും നിങ്ങളുടെ സോളിനെയും നിങ്ങളുടെ ബോഡിയെയും മൂന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നും നിങ്ങളെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ സോളിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ മുഖാന്തരമാണ് ശരിക്കും നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ സംസാരിച്ച യേശു കർത്താവിന് നരകത്തിലേക്ക് പോയപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള വിഷയത്തെക്കുറിച്ച് ആൾക്കാർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത, കാരണം ആൾക്കാരുടെ ചിന്ത പ്രകാരം സോൾ, ദേഹി എന്ന് പറയുന്നത് ബ്രെയിൻ, മനസ്സ്, ഇതൊക്കെ ശരിക്കും ഇവിടെ ഇരിക്കുന്ന എന്തോ സംഭവമാണെന്നാണ് ശരിക്കും ആൾക്കാരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഹല്ലേലൂയ. നമ്മൾ മെൻറ്ററിംഗ് ക്ലാസ്സിലൊക്കെ സോൾ എന്താണെന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ പോവാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ അറിവില്ലായ്മ മുഖാന്തരമാണ് ശരിക്കും എന്തുകൊണ്ടാണ് യേശു കർത്താവ് നരകത്തിലേക്ക് പോകേണ്ടത്, നരകത്തിൽ കർത്താവ് ചില പ്രവർത്തികൾ ചെയ്തത് എന്തിനു വേണ്ടിയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വിസ്തരിക്കാം പിന്നീട്. ഓക്കെ. സോ ഇമ്മെൻസ് പവർ ടു ട്രാവൽ ടു ദ ഹെവൻലി. സോളിന് ട്രാവൽ ചെയ്യാൻ സാധിക്കും, സ്പിരിറ്റിന് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നത് പോലെ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സോളിൻ്റെയും സ്പിരിറ്റിൻ്റെയും മേക്കിങ് ഡിഫറെൻ്റ് ആണെങ്കിലും കമ്പോണൻസ് സെയിം ആണ്. നേരത്തെ അരിപ്പൊടിക്കകത്തുനിന്ന് നമുക്ക് പുട്ടുണ്ടാക്കാൻ സാധിക്കും, അതേ അരിപ്പൊടി ഉപയോഗിച്ച് അപ്പം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരേ കമ്പോണൻ്റാണ് സോളിൻ്റെയും സ്പിരിറ്റിൻ്റെയും. ഹല്ലേലൂയ. പക്ഷേ മേക്കിങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ഫങ്ഷനുകൾക്ക് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. സോ ദിസ് ഈസ് ദ റീസൺ വൈ ദീസ് തിങ്സ് ആർ നീഡ് ടു ബി എക്സ്പ്ലെയിൻ. ഓക്കെ. നൗ സോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾസർ, ഈ സോൾ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു മന്ത്രവാദി വേണം, നല്ല റാങ്കിലുള്ള വ്യക്തികൾ തന്നെ വേണം. അനേകം പേരുണ്ട് ഇവിടെ, ഓസ്ട്രേലിയയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ശരിക്കും. ഓക്കെ. നമ്മുടെ നാട്ടിലും ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മന്ത്രവാദികൾക്ക് സംഘടന വരെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. സോ ദേ ഹാവ് എൻ അസോസിയേഷൻ ആസ് വെൽ, മന്ത്രവാദീസ് അസോസിയേഷൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായം ചെന്ന ഒരു വ്യക്തിയുടെ സോള് ഒരു ഡിമോണിക് സ്പിരിറ്റ് മുഖാന്തരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ സോൾ സ്വാപ്പിങ്ങും സോൾ സബ്സ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾ സ്വാപ്പിംഗ്, എക്സ്ചേഞ്ച്, അത് പരസ്പര സമ്മതത്തോട് ചെയ്യുന്ന കാര്യമാണ്. സോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇൻവോളണ്ടറി ആയിട്ട് ആ വ്യക്തിയുടെ സോൾ റിമൂവ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് സോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി സോൾ പ്ലെഡ്ജിങ് എന്ന് പറയുന്നതും സോൾ ട്രേഡിങ്ങും വ്യത്യാസമുണ്ട്. സോൾ ട്രേഡിംഗ് എന്ന് പറയുമ്പം മുഴുവനായിട്ട് ഒരു വ്യക്തിയുടെ സോൾ സത്താന് കൊടുക്കുകയാണ്. സോൾ പ്ലെഡ്ജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലി കൊടുക്കുകയാണ്, പീസ് ബൈ പീസ് ഓഫറിങ് ദാറ്റ് ടു സാത്താൻ. അപ്പോൾ എന്താണ്, പല അധികാരം, ശക്തി ഒക്കെ കിട്ടാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇനി സോൾ ഹാർവെസ്റ്റിങ്, ഇത് വളരെ കോമൺ ആണ് ക്രിസ്തീയ ഗോളത്തിനകത്ത്. ഈ ഫോൾസ് പ്രൊഫറ്റ്സ്, വ്യാജ പ്രവാചകന്മാർ ചെയ്യുന്ന, പ്രത്യേകിച്ച് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടെറിട്ടറിയിലുള്ള ആൾക്കാരെ മുഴുവൻ വിച്ച് ചെയ്യും.
ഹല്ലേലൂയ. അപ്പോൾ ഇവർ മന്ത്രവാദികളെ കണ്ടിട്ട് പറയും, ഓക്കെ ഇന്ന ടെറിട്ടറി, ഇപ്പോൾ ഉദാഹരണം നമുക്ക് കേരളത്തിലൊരു ടെറിട്ടറി എടുക്കാം. കേരളത്തിൽ ഏത് ടെറിട്ടറി എടുക്കണ്ടേ? ഹല്ലേലൂയ. തിരുവനന്തപുരം എടുക്കാം. തിരുവനന്തപുരം എടുത്താൽ തിരുവനന്തപുരക്കാർ വെള്ളം ഉണ്ടാക്കുമോ? അല്ലെങ്കിൽ നമുക്ക് കൊല്ലം എടുക്കാം, അല്ലെങ്കിൽ കോട്ടയം, ഏതെങ്കിലും സ്ഥലം എടുക്കാം. കൊല്ലമോ കോട്ടയോ ഏതെങ്കിലും സ്ഥലം എടുക്കാം. ആ സ്ഥലത്തൊരു ഇതുപോലെ സോൾ ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മന്ത്രവാദി വേണം. ഇത് സാധാരണ ആൾക്കാർക്ക് ചെയ്യത്തില്ല. സോൾ ഹാർവെസ്റ്റിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഒരു 15-20 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ അതുപോലെ കപ്പാസിറ്റിയുള്ള റാങ്കുള്ള ഏതെങ്കിലും മന്ത്രവാദിയാണെങ്കിൽ അവൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ആ ദേശത്തെ മുഴുവൻ ചില സ്പെല്ലുകളിലൂടെ, ചില വിച്ചുകളിലൂടെ എന്ത് ചെയ്യും, അതിലെ വ്യക്തികളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് ഈ ഏത് വ്യക്തിയാണോ ഈ ചർച്ച് ഇൻക്രീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ ചർച്ചിലേക്ക് ആൾക്കാരെ കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പോൾ അതിനെയാണ് സോൾ ഹാർവെസ്റ്റിംഗ്. ഇത് വളരെ കോമൺ ആണ് ആഫ്രിക്കയിലൊക്കെ. ആഫ്രിക്കയിൽ മാത്രമല്ല, ഈവൻ ഇൻ US ആൻഡ് ഇൻ ഇന്ത്യ, ഐ ഡോണ്ട് നോ അബൌട്ട് ഇന്ത്യ, വളരെ കോമൺ സോൾ ഹാർവെസ്റ്റിംഗ്. ഒരു ദേശത്തുള്ള ഒരു ടെറിട്ടറിയിലുള്ള വ്യക്തികളെ മുഴുവൻ വിച്ച് ചെയ്യുവാണ്. വിച്ച് ചെയ്തിട്ട് അവരുടെ ചിന്തകളെ അട്രാക്റ്റ് ചെയ്ത് ചർച്ചയിൽ കൊണ്ടുവന്ന് പിന്നെ എന്ത് ചെയ്യും, പിന്നെ പണം മുഴുവൻ ശരിക്കും നിങ്ങൾ 1000 വിട്ടാൽ 10,000 കിട്ടും, 10,000 വിട്ടാൽ 1,00,000 കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ 1,00,000 നമ്മുടെ ചർച്ചകളിലൊക്കെ കാണുന്നതാണ്. നിങ്ങളുടെ പേഴ്സ് പൊക്കിപ്പിടിച്ചിടെ, നോട്ട് എടുത്തിടെ. ദിസ് ഓൾ കോമൺ പ്രാക്ടീസസ് വി സീ ഇൻ ദ ചർച്ചസ്, റൈറ്റ്? സോ ദിസ് ഈസ് വെരി ഡേഞ്ചറസ്. ഓക്കെ, സോ സോൾ ഹാർവെസ്റ്റിംഗ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഓക്കെ, നൗ സോൾ ആങ്കറിങ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സോള് ദുരാത്മാക്കൾക്ക് പ്രവർത്തിക്കുന്ന ഗേറ്റ് വേ ആയി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ സോൾ ഉപയോഗിച്ച് ആ ദുരാത്മാക്കൾ പല വിസ്ക്രാഫ്റ്റുകളും പല ദേശങ്ങളിലും പല കുടുംബങ്ങളിലും ചെയ്യും. അതാണ് സോൾ ആങ്കറിങ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സോൾ, സ്പിരിറ്റ്, സോൾ, ബോഡി, അതിൻ്റെ സോൾ എന്താണ്, ദുരാത്മാക്കളുടെ ഗേറ്റ് വേ ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ദുരാത്മാക്കൾ രാത്രിയിൽ വന്ന സ്വപ്നത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് അത് ഈ വ്യക്തിയുടെ സോൾ എടുത്തുകൊണ്ട് പോയിട്ട് ആ സോളിലൂടെ ചില ടെറിട്ടറികളിൽ ചില വിസ്ക്രാഫ്റ്റുകൾ ചെയ്യും. അത് അങ്ങനെ ചെയ്യണം എങ്കിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. കാരണം ആ ദുരാത്മാക്കൾക്ക് നേരിട്ടത് ചെയ്യാൻ പറ്റത്തില്ല. അവർക്കൊരു ഹ്യൂമൻ സോൾ വേണം. അതിനാണ് സോൾ ആങ്കറിങ് എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ഇനി സോൾ റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ മരണം സംഭവിച്ചു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ആ വ്യക്തികളുടെ സോളിനെ ക്യാപ്ചർ ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സൂയിസൈഡ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഒരമ്മയും ചില കുഞ്ഞുങ്ങളും ട്രെയിനിന് മുമ്പിൽ ചാടി മരിക്കുന്നു, അല്ലെങ്കിൽ ചില കൊലപാതകങ്ങൾ സംഭവിക്കുന്നു, ചില ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊന്നും ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസരിച്ചുള്ള കാര്യങ്ങളല്ല. എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ദൈവം അയച്ചപ്പോൾ ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ജീവിക്കാൻ ദൈവം നിശ്ചയിച്ച നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. എത്ര ദിവസം ഒരു വ്യക്തി ജീവിക്കണമെന്ന് ദൈവം മുൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചാൽ, ഹല്ലേലൂയ, ഏതെങ്കിലും വ്യക്തികൾ കൊലപാതകങ്ങളൊക്കെ ചെയ്താൽ, ആക്സിഡൻറ്റുകൾ സാത്താനാൽ ക്രിയപ്പെട്ട് സംഭവിച്ചാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ സോളിന്, ശ്രദ്ധിച്ചേക്കണം, ആ വ്യക്തിയുടെ സോളിന് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകാനുള്ള പെർമിഷൻ ഇല്ല. കാരണം ദൈവം ഓർഡൈൻ ചെയ്ത ടൈമല്ല. അപ്പം അതുകൊണ്ടാണ് സൂയിസൈഡുകളൊക്കെ വളരെ ഇഷ്യൂ ആണെന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പം ആ വ്യക്തിയുടെ സോളുകൾ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തന്നെ ഒരു നിശ്ചിത കാലത്ത് ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള സോളുകളെ ക്യാപ്ചർ ചെയ്ത് അതിനെ ഉപയോഗിക്കുന്നതിനെയാണ് സോൾ റിസറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മന്ത്രവാദികൾ ഏതെങ്കിലും സ്ഥലത്ത് ഇതുപോലുള്ള സൂയിസൈഡോ മർഡറോ ആക്സിഡൻറ്റുകളോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ദേ വിൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ദെയർ പ്രയർ, ക്യാപ്ചർ ദ സോൾ ആൻഡ് യൂസ് ദാറ്റ് സോൾ. കാരണം ആ സോളിന് സ്വർഗത്തിലോട്ട് പ്രവേശിക്കാൻ സാധിക്കത്തില്ല, നരകത്തിലോട്ട് പോകാൻ സാധിക്കത്തില്ല. ഭൂമിയുടെ അന്തരീക്ഷങ്ങളിൽ തന്നെ അത് അല്പനാളുകളിലേക്കുണ്ടാകും. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെയുള്ളൊരു ഡെലിവറൻസുമായി ബന്ധപ്പെട്ട് ഒരു ഫാമിലിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ആ ഫാമിലിയിൽ അവരുടെ മകൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഹിന്ദു ഫാമിലിയാണ് ശരിക്കും. അപ്പോൾ അവരുടെ മകൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിലേക്ക് കുറച്ച് ദിവസങ്ങൾക്കകത്ത് കഴിയുമ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ആ മകൻ്റെ പ്രസൻസ് അവർക്ക് അറിയാൻ സാധിക്കും. പിന്നെ ആ മകൻ്റെ ഇന്നർ ബീയിങ് എന്താണ്, ചില വ്യക്തികളുടെ ശരീരങ്ങളിൽ പ്രവേശിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പല മന്ത്രവാദികളെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നവരെ ഒക്കെ കാണാൻ തുടങ്ങി. പിന്നെ അവരെന്നെ സമീപിച്ചു. അപ്പോൾ അതിനകത്ത് ചില വിഷയങ്ങൾ അവരോട് ഇടപെട്ട സംഭവം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് 100% ഉണ്ട് എന്ന് പറയാനുള്ള ഒരു കാരണം. ഇനി ഹിപ്നോട്ടിക് സോഴ്സറി, നമുക്കറിയാം ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോൾ അതിനകത്തും പല ആക്ഷൻസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. അതെല്ലാം ഹിപ്നോട്ടിക് സോഴ്സറി. ഇന്ന് വളരെ കോമൺ ആയിട്ട് ചില ആൾക്കാർ ഇത് വലിയ ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങളിപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്ക് ചില ആൾക്കാർ പെട്ടെന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് അവരെ കൊണ്ട് പല കാര്യങ്ങൾ പറയിപ്പിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ഹിപ്നോട്ടിക് സോഴ്സറി. അതൊരു മന്ത്രവാദമാണ് ശരിക്കും. അതിന് മുമ്പിൽ പോയി തലവെച്ച് കൊടുക്കല്ലേ. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ശരിക്കും. അത് ചില കമ്പനികൾ ചെയ്യുവാണ്. ചില ആൾക്കാർ വന്നിട്ട് ഹിപ്നോട്ടൈസ് ചെയ്ത് അവരുടെ പാസ്റ്റ് പ്രസൻറ്റ് ഒക്കെ പറയിപ്പിക്കുകയാണ് ശരിക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. അപ്പോൾ അത് ഹിപ്നോട്ടിക് സോഴ്സറി. ഇനി ഷാഡോ സോഴ്സറി എന്ന് പറയുന്നത് ഫോർബിഡൻ റിച്വൽസ്. ദിസ് ഈസ് വെരി ഡീപ്പ്. ഓക്കെ, ഷാഡോ സോഴ്സറിക്ക് ഭയങ്കര ഡീപ്പാണ്. ഏൻഷ്യൻറ്റ് റൈറ്റിങ്സ് ഉണ്ട്, ഏൻഷ്യൻറ്റ് സിമ്പിൾസ് ഉണ്ട്, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ പല രീതിയിൽ സോഴ്സറി, അത് ആഭിചാരം ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്, ക്രിയേറ്റിംഗ് ഇല്യൂഷൻ, മെൻ്റലിസം, ഓക്കെ, മേ ബി മെൻ്റലിസം. ഹല്ലേലൂയ. സോ ദീസ് ആർ ഓൾ വെരി മച്ച് സ്പിരിച്വൽ ഇൻ നേച്ചർ. അവർ പറയുന്ന പോലെ ചുമ്മാ ഹിപ്നോട്ടിസം സോളിൻ്റെ പരിപാടിയല്ല, അതെല്ലാം സ്പിരിച്വലാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇനി ഹോണ്ടിങ് സോഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഈ ഒരു വ്യക്തികളെ പീഡിപ്പിക്കാൻ വേണ്ടി ദുരാത്മാക്കളെ അയക്കുകയാണ്. ഇപ്പം ഒരു മന്ത്രവാദിയെ കണ്ടിട്ട് ഒരു കുടുംബത്തിൽ മാരേജിനകത്ത് കലഹം ഉണ്ടാക്കണം. അപ്പോൾ ആ വ്യക്തികളുടെ ഹസ്ബൻഡ് വൈഫ് ഒരിക്കലും ചേരത്തില്ല. കാരണം അവരുടെ മൈൻഡിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ദുരാത്മാക്കളാണ് കൺട്രോൾ ചെയ്യുന്നത്, ചിന്തകളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി പോസിബിൾ. നമ്മുടെ ശുശ്രൂഷകൾക്കകത്ത് നമ്മൾ കാണുന്നില്ല, ഡീമൺസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ചിന്തകളെ അതിര് കടന്നല്ല ദുരാത്മാക്കൾ സംസാരിക്കുന്നത്. സോ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി പോസിബിൾ. എലമെൻ്റൽ സോഴ്സറി എന്ന് പറയുന്നത് ഈ ചില ഡ്രൗട്ടുകൾ, സ്റ്റോം മാജിക്ക്, ഫയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന സോഴ്സറിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് ബിബ്ലിക്കൽ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പം ഏലിയ പ്രവാചകൻ എന്താണ്, സ്വർഗം അടച്ചു, അന്തരീക്ഷ മണ്ഡലങ്ങൾ അടച്ചു, മഴ പെയ്തില്ല അല്ലേ, സ്വർഗം തുറന്നു, അപ്പോൾ മഴ പെയ്തു. അപ്പോൾ അതെന്താണ് ശരിക്കും? അത് ഒരു എലമെൻ്റൽ ടൈപ്പ് ഓഫ് ഡിവൈൻ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് ചുമ്മാ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഏലിയ പ്രവാചകൻ സ്വർഗം അടയട്ടെ, സ്വർഗം തുറക്കട്ടെ, നോ, അങ്ങനെയല്ല. അപ്പോൾ അദ്ദേഹത്തിന് ദൈവദൂതന്മാരോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവോ ഹെവൻലി കമാൻഡുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഹെവൻലി കമാൻഡ് പറഞ്ഞിട്ട് അടയട്ടെ എന്ന് പറയുമ്പോൾ അത് അടയുന്നത്. അതെല്ലാം ഇതുപോലെ സോഴ്സറി ബുക്കുകൾക്കകത്തുണ്ട്. അതെല്ലാം ഈ ഫോളൻ ഏഞ്ചൽസ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില ക്ഷാമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, ചില ഫ്ലഡുകൾ ഉണ്ടാക്കാൻ സാധിക്കും, എർത്ത്ക്വേക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതെല്ലാം പോസിബിളാണ്. ദീസ് ആർ ഓൾ പോസിബിൾ. ഹല്ലേലൂയ. അപ്പോൾ അതിന് സൺസ് ഓഫ് ഗോഡ് ആണ് ശരിക്കും പഠിപ്പിച്ചത്. ഇനി ഷേപ്പ് ഷിഫ്റ്റിംഗ് സോഴ്സറി, ഇപ്പോൾ ഇന്ന് വളരെ പ്രബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഷേപ്പ് ഷിഫ്റ്റിംഗ് സോഴ്സറി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഷേപ്പ് ഷിഫ്റ്റിംഗ് സോഴ്സറി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സോളിനെ ഷേപ്പിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആനിമലായിട്ട്, മോൺസ്റ്റേഴ്സായിട്ട്, സ്പിരിച്വൽ ബീയിങ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെന്തിനാണ്? ശക്തികൾ കിട്ടാൻ വേണ്ടി. ഹല്ലേലൂയ. സ്ട്രെങ്ത് ടു ഗെയിൻ എബിലിറ്റീസ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഹ്യൂമൻ ബോഡിയുടെ പോലും ഷേപ്പുകൾ മാറ്റാൻ സാധിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് സോൾ ഷിഫ്റ്റിംഗ് സോഴ്സറിയാണ്. അതായത് ഷേപ്പ് ഷിഫ്റ്റിംഗ് സോഴ്സറി. ഒരു വ്യക്തിയുടെ സോളിൻ്റെ ഷേപ്പ് ലയൺ, ബുൾ, എലഫൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ പല രീതികളിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതെന്തിനാണ്? അവർക്ക് ശക്തി കിട്ടാൻ വേണ്ടി, ചില കഴിവുകൾ കിട്ടാൻ വേണ്ടി ഒക്കെ അത് ചെയ്യുന്നത്. ഇനിയും ഹ്യൂമൻ ബോഡി പോലും, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞ ഇപ്പം നമ്മുടെ രൂപം പോലും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് ബൈബിളിൽ തന്നെ അതിന് എക്സാമ്പിളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അത് പോസിബിളാണ് ശരിക്കും, ഹ്യൂമൻ ബോഡി പോലെ. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയുവാണ്. ഇപ്പം മോശ എന്ത് ചെയ്തു? ഒരു വടി ഇട്ടു അല്ലേ? വടി ഇട്ടപ്പോൾ ആ വടി സർപ്പമായി, ദൈവത്തിൻ്റെ ശക്തിയാൽ. അവിടെ പറയുന്നത് അന്ന് ഫറവോയുടെ മന്ത്രവാദികളും എന്ത് ചെയ്തു? ആ വടിയെ ശരിക്കും ഒരു സർപ്പമാക്കി. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കുക, നിങ്ങളുടെ കയ്യിലൊരു വടി ഇരിക്കുന്നു, ഫിസിക്കൽ സ്റ്റിക്കാണ്. ആ സ്റ്റിക്കിനെ പൂജകളിലൂടെ, മന്ത്രങ്ങളിലൂടെ ഷേപ്പ് മാറ്റി സർപ്പമാക്കാൻ സാധിച്ചെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ശരിക്കും എൻ്റെ ടൈമിൽ ഇതെല്ലാം പൊങ്ങി വരാൻ പോവാണ്. എൻ്റെ ടൈമിൽ ഇതെല്ലാം പൊങ്ങി വരും. ഇപ്പം തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് 100% ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ ഉണ്ടെന്ന് പറയുന്നത്. ആൾക്കാർ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല, ഇത് അപ് ടു യു. ഹ്യൂമൻ ബോഡി ഓൾസോ ക്യാൻ ബി ചേഞ്ച്ഡ് ടു ഡിഫറെൻറ്റ് ഷേപ്സ് ഫോർ വേരിയസ് പർപ്പസസ്. ഓക്കെ, നൗ സോൾ പ്രസൻറ്റ് an extremely important ടോപ്പിക്കാണ്. 100% ക്രിസ്തീയ വിശ്വാസികൾക്കും ഡെലിവറൻസ് എടുക്കേണ്ട ഒരു മേഖലയാണ്. ആൾറെഡി അപ്പോൾ ഇതിനകത്ത് സോൾ പ്രസൻറ്റ് മേഖല വരുമ്പോഴാണ് സോൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ 2025 ഫിസിക്കൽ പബ്ലിക് മീറ്റിങ്ങുകളിൽ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. വെറുതെ ഇത് ഞാൻ പറഞ്ഞ് വല്ലവരുടെയും കയ്യിരിക്കുന്ന വടി കൊണ്ട് ഞാൻ അടി മേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഒരാൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇതിൻ്റെ അർത്ഥങ്ങളും ആഴങ്ങളും മർമ്മങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിലും ഡെലിവറൻസ് എടുക്കണമെങ്കിലും ദയവ് ചെയ്ത് നമ്മുടെ ഫിസിക്കൽ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതാട്ടെ. സോൾ പ്രസൻറ്റ് 100% ക്രിസ്ത്യൻസും 100% വ്യക്തികൾക്കും സോൾ പ്രസൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അവരുടെ സോൾ ഫ്രാഗ്മെൻറ്റേഷൻ ചെയിനുകൾ അതെല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് വിഷ്ക്രാഫ്റ്റ് ഡൺ ഫോർ ഗുഡ് പർപ്പസ്. ഞാൻ പറഞ്ഞ 2 രീതിയിലുള്ള വിഷ്ക്രാഫ്റ്റ് ഉണ്ട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വിഷ്ക്രാഫ്റ്റ് ഉണ്ട്, മോശം കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വിഷ്ക്രാഫ്റ്റ് ഉണ്ട്. മോശം കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വിഷ്ക്രാഫ്റ്റിനെയാണ് ആഭിചാരം, സോഴ്സറി എന്ന് പറയുന്നത്. ഇനി ഓടിച്ച് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വിഷ്ക്രാഫ്റ്റ്, പക്ഷേ അതും എന്താണ്? വിശുദ്ധ ബൈബിളിനും ദൈവകൽപ്പനയ്ക്കും വിപരീതമാണ്. ഉറപ്പായിട്ടും ചിക്കൻ ഫ്രൈ ആകും. എവിടെയാണ്? ലേക്ക് ഓഫ് ഫയർ. അപ്പോൾ ഇതെല്ലാം ഓർത്തണം.
ആരെങ്കിലും നല്ല കാര്യമെന്ന് പറഞ്ഞ് നമ്മളെ വശീകരിക്കാൻ നോക്കിയാൽ ഓർത്തോണം, ഇറ്റ്സ് നോട്ട് ഗുഡ്. ഓക്കെ. ഇനി ഗ്രീൻ വിച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചില ട്രീകൾ, പ്ലാന്റുകൾ, ഹെർബൽ ടീ, ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രാർത്ഥനകൾ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ന്യൂസിലൻഡിലുള്ള ഒരു സഹോദരി ഒരിക്കൽ എന്നോട് പറയുകയാണ്, ശരിക്കും ആ സഹോദരി ദുബായിലായിരുന്ന സമയത്ത് ആ സഹോദരിയുടെ മാരേജ് ഇഷ്യൂസ് ശരിയാക്കാൻ വേണ്ടി ഒരു മുസ്ലിം പ്രീസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ ആ മുസ്ലിം പ്രീസ്റ്റ് ഒരു പേപ്പറിനകത്ത് എന്തൊരു സിമ്പിൾ എഴുതിയിട്ട് പറഞ്ഞു, നീ ദുബായിലുള്ള ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ അവിടെ കൊണ്ടുപോയി ഈ പേപ്പർ ഒട്ടിച്ച് വെക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഒട്ടിച്ച് വെക്കുമ്പോൾ നിൻ്റെ പ്രശ്നമെല്ലാം മാറും. അതെന്താണ്? ഇറ്റ്സ് എ ഗ്രീൻ വിച്ച് ക്രാഫ്റ്റ്. യൂസിങ് എ ട്രീ, പ്ലാന്റ്, ഹെർബൽ ടീ, ഇതെല്ലാം എന്താണ്? ഗ്രീൻ വിച്ച് ക്രാഫ്റ്റിൻ്റെ ഭാഗമാണ്. ആ സഹോദരിയുടെ ഒരു പ്രശ്നവും പോയില്ല, അതുകൊണ്ടാണ് ആ സഹോദരി എന്നെ കാണാൻ വന്നത്. ഹല്ലേലൂയ. ഇനി ഹെഡ്ജ് വിച്ച് ക്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർബൽ മെഡിസിനുകൾ ഉപയോഗിക്കുന്നു. നമ്മുടെ കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹെർബൽ മെഡിസിൻസ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ പ്രാർത്ഥിച്ച് വേണം ഉപയോഗിക്കാൻ. ഓക്കെ. അത് ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും തൈലമോ എന്തെങ്കിലും കാര്യങ്ങളോ ഉപയോഗിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം കൊണ്ട് ഈ മരുന്നിനെ ഞാൻ ശുദ്ധീകരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ വിശുദ്ധീകരിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കുന്നു, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വേണം അതെല്ലാം നമ്മൾ കൺസീവ് ചെയ്യാൻ. ഓക്കെ. ഇനി മെഡിറ്റേഷൻ പ്രാക്ടീസിനെ കുറിച്ച് ഞങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കിച്ചൺ വിച്ച് ക്രാഫ്റ്റ്, ഇപ്പം പ്രത്യേകിച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നടത്തുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ബ്രെഡുകൾ ബേക്ക് ചെയ്ത് ബ്ലെസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനി പെട്ടെന്ന് ഞാൻ പോവുകയാണ്. വൈറ്റ് മാജിക്ക്. ബ്ലാക്ക് മാജിക്കിനെക്കാട്ടിലും ഏറ്റവും ഡേഞ്ചറസ് ആണ് വൈറ്റ് മാജിക്ക്. വൈറ്റ് മാജിക് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ഉപയോഗിക്കുന്നത് ചില മെറ്റൽസുകൾ, സ്റ്റോണുകൾ, പ്ലേറ്റുകൾ, ഇത് എന്തിനു വേണ്ടിയാണ്? സൗഖ്യത്തിന് വേണ്ടി. സൗഖ്യം കിട്ടുന്നത് ദോഷമാണ് അല്ലല്ലോ. അതാണ് പറഞ്ഞത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിച്ച് ക്രാഫ്റ്റിനെ അതാണ് വൈറ്റ് മാജിക് അല്ലെങ്കിൽ വൈറ്റ് വിച്ച് ക്രാഫ്റ്റ് എന്നൊക്കെ പറയും. ഗുഡ് ഇൻറ്റൻഷൻ, ഗുഡ് പർപ്പസസ്, അത് കംപ്ലീറ്റ്ലി ഡിമോണിക്കാണ്. എല്ലാം സ്പിരിച്വൽ ബീയിങ്സാണ് ചെയ്യുന്നത്, ബന്ധിച്ച് കളയും. അപ്പോൾ എന്നെ ഒരു പ്രാവശ്യം ഒരു വ്യക്തി കാണാൻ വന്നു എൻ്റെ വീട്ടിൽ. ആ വ്യക്തി, ഞാൻ നാട്ടിലായിരുന്ന സമയത്ത്, എൻ്റെ ഓർമ്മ ശരിയാണ് 2019 തോന്നുന്നു, ആ സമയത്ത് ഒരു വ്യക്തി എന്നെ കാണാൻ വന്നു. എൻ്റെ ഒരു റിലേറ്റീവാണ് കാണാൻ വന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റ് വീട്ടിൽ വെച്ച ലക്ഷങ്ങൾ നിൻ്റെ വീട്ടിലോട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഞാൻ ഓടിച്ചു വിട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സാധാരണ പ്ലേറ്റ് അല്ല, അതൊരു മെറ്റാലിക് പ്ലേറ്റാണ്. അപ്പോൾ ആ പ്ലേറ്റ് എവിടുന്നോ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് എവിടുന്നോ എങ്ങാണ്ട് കൊണ്ടുവന്ന പ്ലേറ്റ് എന്നൊക്കെ അദ്ദേഹം അന്ന് പറഞ്ഞു. ഓടിച്ചു വിട്ടുകൊണ്ട് പിന്നെ ഒരു കോൺടാക്റ്റ് ഇല്ല. അപ്പോൾ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റാലിക് പ്ലേറ്റ് വീട്ടിൽ വെച്ചാൽ നമുക്ക് അഭിവൃദ്ധി വന്നുകൊണ്ടേയിരിക്കും. അതെന്താണ്? വൈറ്റ് മാജിക്ക്. അഭിവൃദ്ധി വരുന്നത് തെറ്റാണോ? അഭിവൃദ്ധി വരുന്നത് എന്തെങ്കിലും മോശമായ കാര്യമാണോ? അല്ല. ബട്ട് ഇറ്റ് ഈസ് എ വൈറ്റ് മാജിക്. ദർ ആർ ബഞ്ച് ഓഫ് ഡീമൺസ് വിൽ കം ആൻഡ് ചെയിൻ യു. കണ്ണുകളെ ബന്ധിക്കും, കാതുകളെ ബന്ധിക്കും, കൈകളെ ബന്ധിക്കും. പിന്നെന്താണ്? സാത്താൻ്റെ ഒരു അടിമയായിട്ട് ഇങ്ങനെ ജീവിക്കും. ഭൂമിയിലെല്ലാം കിട്ടും. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിനകത്ത് 4-ാം അധ്യായത്തിൽ എന്താണ് ശരിക്കും സദൻ പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, നീ എന്നെ വീണ് ആരാധിച്ചാൽ എല്ലാം നിനക്ക് നൽകാം. സോ it is white magic. Now 27 is nature based witchcraft or Wicca. അതായത് യൂസിങ് ദ എലമെൻറ്റ്സ്. ക്രിസ്റ്റൽ ഹീലിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ ചില സൂര്യൻ, ചന്ദ്രൻ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന പല റിച്വലുകൾ, ചില സീസണുകൾ, ഓയിലുകൾ, ഇതെല്ലാം വിക്ക അല്ലെങ്കിൽ നേച്ചർ ബേസ്ഡ് വിച്ച്ക്രാഫ്റ്റ് എന്ന് പറയും. ഓടിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഫെയറി വിച്ച്ക്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിച്ച്ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ അവർ പറയും ഉറപ്പായിട്ട് ഫോറസ്റ്റ് ചെല്ലണമെന്ന് പറയും. അവർ പറയും ചില റിവർ സൈഡുകൾ, നദിയുടെ കരകളിൽ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയും. ചില സേക്രഡ് പ്ലേസിൽ ചെല്ലണമെന്ന് പറയും. അല്ലെങ്കിൽ ചില ഗാർഡനുകൾ, നിങ്ങൾക്കറിയാമോ, ചില പ്രാർത്ഥിച്ച് ഈ ഇവിൾ എൻചാൻറ്റ്മെൻറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഗാർഡനുകളുണ്ട്, പൂന്തോട്ടങ്ങളുണ്ട്. അങ്ങനെ ആ പൂന്തോട്ടങ്ങളിലിരുന്നാണ് ചില മന്ത്രവാദികൾ ഈ പൂജകളൊക്കെ ചെയ്യുന്നത്. അതിന് എൻചാൻറ്റഡ് ഗാർഡൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ സേക്രഡ് പ്ലേസസ് ഉണ്ട്, റിവർ സൈഡുകളുണ്ട്, ഫോറസ്റ്റുകളുണ്ട്. എനിക്കത് സമയം ഒത്തിരി മുമ്പോട്ട് പോകുന്നു, ഓടിച്ചു മുമ്പോട്ട്. ലൂണ വിച്ച്ക്രാഫ്റ്റ് നിങ്ങൾക്കെല്ലാം, നമ്മുടെ എല്ലാവരുടെ ആൻസെസ്ട്രൽ ലൈനിലുള്ള ഒരു വിഷയമാണ് ലൂണ വിച്ച്ക്രാഫ്റ്റ്. പണ്ട് ഈ മൂണിനെ, ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ നോക്കി ഇഷ്ടംപോലെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ആൻസെസ്ട്രൽ ലൈനിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അതാണ് ലൂണ വിച്ച്ക്രാഫ്റ്റ്. ന്യൂ മൂൺ, നമുക്കറിയാം കറുത്ത വാവ്, വെളുത്ത വാവ് എന്നൊക്കെ പറയുന്ന പരിപാടികൾ, അസ്ട്രോളജി, ഇതെല്ലാം ലൂണ വിച്ച്ക്രാഫ്റ്റിൻ്റെ ഭാഗമാണ്. ഇനി എലമെൻ്റൽ വിച്ച്ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ തീ ഉപയോഗിച്ച്, വെള്ളം ഉപയോഗിച്ച്, മണ്ണ് ഉപയോഗിച്ച്, എയർ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം എല്ലാ പൂജകൾ, ഇന്ത്യയിലുള്ള ഏത് പൂജ എടുത്ത് നോക്കിക്കുക, എല്ലാത്തിനകത്തും തീയുണ്ട്, വെള്ളമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന പല മന്ത്രവാദങ്ങളെ എലമെൻ്റൽ വിച്ച്ക്രാഫ്റ്റ് എന്ന് വിളിക്കുന്നു. പിന്നെ സീ വിച്ച്ക്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ നിന്ന് എടുക്കുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ. കടലിൽ നിന്ന് എടുക്കുന്ന വാട്ടർ, വെള്ളം, സീഷെൽസുകളുണ്ട്, ഓഷ്യൻ റിച്വൽസ്, ഇതെല്ലാം നമുക്കറിയാം. ഇന്ത്യയിൽ തന്നെ പല പൂജകളും നടക്കുന്ന എവിടെയാണ്? കടലിൻ്റെ തീരങ്ങളിലും സ്ഥലങ്ങളിലും ഒക്കെയാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിനേഷൻ. ഇപ്പോൾ ഡിവിനേഷൻ എന്ന് പറഞ്ഞാൽ ഭാവി അറിയുന്ന സംഭവങ്ങളാണ്. അതും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതായിട്ട്, പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ഹൈലി ഡിമോണിക് ആൻഡ് ഇറ്റ് ഈസ് എഗനിസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്. കർത്താവിൻ്റെ കൽപ്പനകൾക്കെതിരാണ്. ഓടിച്ചു പറയുന്നു ടാരറ്റ് റീഡിങ്, കാർഡ് റീഡിങ്. 78 സിമ്പിളുകളുള്ള കാർഡുകൾ എടുത്ത് ഭാവി പറയുന്ന പോലുള്ള കാര്യങ്ങൾ എന്താണ് ടാരറ്റ് റീഡിങ് അല്ലെങ്കിൽ കാർഡ് റീഡിങ് നമ്മൾ പറയും. അസ്ട്രോളജി എന്താണ് നമുക്കറിയാം, ഗണിച്ചു പറയുക, ഹോറോസ്കോപ്പ് നോക്കുക, ഭാവി പറയുക, അസ്ട്രോളജി. പിന്നെ റൂണിക് ഡിവിനേഷൻ, ഇതെല്ലാം ഹയസ്റ്റ് ഫോമാണ്. ഇനി പറയുന്നതെല്ലാം
റൂണിക് ഡിവിനേഷൻ എന്നൊക്കെ പറഞ്ഞ ഏൻഷ്യൻ സിംബലുകളുണ്ട്, ചില പടങ്ങളുണ്ട്, ചില ലെറ്ററുകളുണ്ട്. ആ ലെറ്ററുകൾ ഉപയോഗിച്ച് സ്പിരിച്വൽ തലത്തിനോട് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. അതിനാണ് റൂണിക് ഡിവിനേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഓൾ വെരി ഹൈ ഫോം ഓഫ് ഡിവിനേഷൻ. ഓക്കെ, ഇനി പെൻഡുലം ഡിവിനേഷനുണ്ട്. പെൻഡുലം പോലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കാര്യങ്ങളെ ഗണിച്ച് പറയുന്നത്. മിറർ ഗെയ്സിങ്, മിറർ എന്ന് വെച്ചാൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഗെയ്സ് ചെയ്യുക. ഗെയ്സ് ചെയ്തിട്ട് നമ്മളൊരു ഇലൂഷനിലേക്ക് പോകും, ഒരു ട്രാൻസിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതിനെയാണ് ശരിക്കും മിറർ ഗെയ്സിങ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പാമിസ്ട്രി, കരനോട്ടം, കൈ നോട്ടുക, നമുക്കെല്ലാം സുപരിചിതമാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ന്യൂമറോളജി, നമ്പർ. ഓക്കെ, രണ്ട് രീതിയിലുള്ള ന്യൂമറോളജി ഉണ്ട്. ദൈവത്താലുള്ള ഒരു ന്യൂമറോളജിക്കൽ കോൺസെപ്റ്റ് ഉണ്ട്, സാത്താനിൽ നിന്ന് വരുന്ന ഒരു ന്യൂമറോളജിക്കൽ കോൺസെപ്റ്റും ഉണ്ട്. അപ്പം ദൈവികമായിട്ടുള്ള ദൈവം, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് നമ്പർ. ഓക്കെ, ദൈവം നമ്പറുകളുടെ, ഹീസ് എ ഗുഡ് മാത്തമാറ്റീഷ്യൻ. ഹല്ലേലൂയ. ഭൂമിയുടെ അളവുകോലെടുത്തപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ജോബിനോട് ചോദിക്കുന്നുണ്ട്. സോ എവറിത്തിങ് ഈസ് മാത്തമാറ്റിക്കലി വെൽ ഡൺ ബൈ ഗോഡ്. എല്ലാത്തിനും അർത്ഥമുണ്ട്, ഓരോ നമ്പറുകൾക്ക് അർത്ഥമുണ്ട്. നമ്മൾ മെൻറ്ററിങ് ക്ലാസ്സിനകത്ത് എല്ലാം പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൈശാചിക തലമുണ്ട്, അതാണ് ന്യൂമറോളജി എന്ന് പറയുന്നത്. അതിൻ്റെ ഇവിൾ ടൈപ്പാണ്. ഓക്കെ, ഇനി ബോൺ ത്രോയിങ്, ചില ബോണുകൾ, അസ്ഥികൾ എറിഞ്ഞ് നോക്കുന്ന ചില ഭാവി പ്രവചനങ്ങളുണ്ട്. ആനിമൽസ് ഓഫ് ബേർഡ്. ഓക്കെ, പക്ഷികളെ ഉപയോഗിച്ചുള്ള കാര്യങ്ങളുണ്ട്, ആനിമൽസ് ഉപയോഗിച്ചുള്ള കാര്യങ്ങളുണ്ട്. അതിന് ആനിമൽ സംബന്ധം. ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഡൈസ് ഡിവിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൈസ് എറിഞ്ഞ് നോക്കി, സ്റ്റോണുകൾ എറിഞ്ഞ് നോക്കി, ഇനി ചില ഓബ്ജക്റ്റുകൾ എറിഞ്ഞ് നോക്കിയിട്ട് ഭാവി പറയാൻ ശ്രമിക്കുക. സ്പിരിറ്റ് ബോർഡ് അല്ലെങ്കിൽ ഓജ ബോർഡ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ, പല ആൾക്കാരും ഇങ്ങനത്തെ ഗെയിമിംഗ് കാര്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഏകദേശം ഒരു 42 വ്യത്യസ്ത രീതിയിലുള്ള ഡിമോണിക് പ്രാക്ടീസുകളുണ്ട്. അപ്പം ഞാൻ ജനറലായിട്ടൊന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് തരാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ പബ്ലിക് മീറ്റിങ്ങിലൊക്കെ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ശരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സർപ്പനേക്കുറിച്ചൊക്കെ പറയുന്നത്. ചില ആൾക്കാരെന്ന് പറയും, താങ്കൾക്ക് വേറൊരു സബ്ജക്റ്റും ഇല്ലേ? വേറെ ഒരു സബ്ജക്റ്റും ഇല്ലെന്നേ. വേറെ സബ്ജക്റ്റ് എല്ലാം കേട്ടിട്ട് ഇതേ അവസ്ഥയല്ലേ ഇപ്പോഴും ക്രിസ്തീയ ഗോളത്തിന്. ഇനി ഈ സബ്ജക്റ്റൊക്കെ ഒന്ന് കേട്ട് നോക്കി, ചില ഡെലിവറൻസുകൾ എടുത്തു നോക്ക്. ഹല്ലേലൂയ. ഒരു ബോധവും ഇല്ലാതിരിക്കുന്നതോ ഈ ദുരാത്മാക്കളെല്ലാം ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രമാത്രം നമ്മൾ ഈ ദുരാത്മാക്കളുടെ മിസ്റ്ററികളെ എക്സ്പോസ് ചെയ്യുന്നു, അത്ര കണ്ട് ദുരാത്മാക്കൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അവർ വെളിപ്പെട്ട് വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദുരാത്മാക്കൾക്ക് ഹോൾഡുള്ള പല ശുശ്രൂഷകരുമുണ്ട്. അപ്പോൾ അവരിലൂടെ ഡെലിവറൻസ് മിനിസ്റ്ററുകൾക്കെതിരെയുള്ള സംസാരങ്ങൾ വളരെ കോമൺ ആണ്. ദാറ്റ്സ് അപ് ടു ദം. ഓക്കെ, യേശു കർത്താവ് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നൽകും. അപ്പം നമ്മൾ മെയിനായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിച്ച് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ജനറൽ ടേമാണ്. ആ വിച്ച് ക്രാഫ്റ്റ് 2 തരത്തിലുണ്ട്. അത് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിച്ച് ക്രാഫ്റ്റ് ആകുമ്പോൾ അതിനെ ബ്ലാക്ക് മാജിക്, സോഴ്സറി, ആഭിചാരം എന്ന് നമ്മൾ പറയും. അതിനകത്ത് 40 വ്യത്യസ്ത ടൈപ്പുകളുണ്ട്. പിന്നെന്താണ് ശരിക്കും നന്മയ്ക്ക് വേണ്ടി, അത് നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിലും അതും പൈശാചികമാണ്, അതും ഇവൽ സ്പിരിറ്റുകളുടെ ആക്ടിവേഷനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിവിനേഷൻ, പിന്നെ ഗ്രീൻ വിച്ച് ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ആഴത്തിലൊരു ബോധ്യമുണ്ട്. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള വിച്ച് ക്രാഫ്റ്റിൻ്റെ പ്രവൃത്തികളുണ്ടെങ്കിൽ എന്താണ് ശരിക്കും പരിശുദ്ധാത്മാ നിങ്ങൾക്കത് പറഞ്ഞുതരും. നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ, ആഴത്തിലുള്ള റിപ്പൻറ്റൻസ് എടുത്താട്ടെ, ബ്ലഡ് ലൈനിൻ്റെ ഒരു കംപ്ലീറ്റ് ഡെലിവറൻസിന് വേണ്ടി, നിങ്ങളുടെ ജനറേഷൻ ലൈനിൻ്റെ കംപ്ലീറ്റ് ഡെലിവറൻസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ മാത്രമല്ല, ദ ജനറേഷൻ ലൈൻ നീഡ് ടു സെറ്റ് ഫ്രീ. ഓക്കെ, വളരെ തിക്കാണ് ശരിക്കും. കേഴ്സുകൾ, ഈവിൾ കവനൻറ്റുകൾ മുഖാന്തരം ജനറേഷൻ ലൈൻ വളരെ തിക്കാണ് ശരിക്കും. അതിനകത്ത് നോക്കി നമുക്ക് പുറത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള മെസ്സേജുകൾ സംസാരിക്കുന്നത് കുറവാണ്. ഇതിനകത്തുനിന്ന് ദൈവമക്കളെ ഡെലിവറി ചെയ്യുന്ന ശുശ്രൂഷകരും കുറവാണ്. അത് മുഖാന്തരമാണ് ശരിക്കും ദൈവരാജ്യം ചുരുങ്ങി ആയിരക്കണക്കിന് മതങ്ങളിൽ ഒരു മതമായി ക്രിസ്തീയ മതം മാറുകയും ഇന്ന് വാട്ട് ഈസ് അവർ പ്രൊമിനൻസ് അല്ലേ? ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കേ, നമ്മൾ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നു. ബൈബിൾ പറയുന്നത് എന്താണ് ശരിക്കും? ഈ സർവ്വപ്രപഞ്ചവും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് വെളിപ്പെടത്തില്ല. അതിനാദ്യം നോളജ് ഉണ്ടാകണം, അറിവുണ്ടാകണം. അറിവിൻ്റെ പരിജ്ഞാനത്തിൽ, അറിവിൻ്റെ ബലത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കിക്കേ. യു വിൽ സീ ദ റിസൾട്ട്. യു വിൽ മാനിഫെസ്റ്റ് ആസ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ദ ഓൾമൈറ്റി ഗോഡ്. ഈ അന്ത്യനാളുകളിൽ ഞാനും നിങ്ങളും ശക്തമായ ആയുധങ്ങളായി കർത്താവിൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ഓരോ കുഞ്ഞുങ്ങളെ വരെ യേശു കർത്താവ് അന്ത്യനാളുകളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ദേശങ്ങളിൽ, നിങ്ങളുടെ പട്ടണങ്ങളെ ഇളക്കി മറിക്കുന്ന ശുശ്രൂഷകൾ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കൾ, അത് ഇളക്കി മറിക്കുന്ന ചുമ്മാ കുറേ സംസാരിക്കുമ്പോഴല്ല അത് വരുന്നത്, നോളജിലൂടെയാണ്, അറിവിലൂടെയാണ്. അതിനാണ് നസ്രത്ത് മിനിസ്ട്രീസ് നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള അറിവുകൾ ഇമ്പാർട്ട് ചെയ്ത് തരുന്നത്. ആ അറിവിൻ്റെ ലെവലിൽ, അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് നിങ്ങൾ തൻ്റെ അടുത്തോടെ ഈ സാത്താനോടൊന്ന് കൽപ്പിച്ച് നോക്കിയാൽ മുട്ടും മടക്കി ഓടിപ്പോവും. ഹല്ലേലൂയ. ആ അറിവില്ലാത്തടത്തോളം കാലം അവൻ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം അവനറിയാം സ്പിരിച്വൽ തലത്തിൽ എല്ലാത്തിനും തകർക്കാൻ ഒരു കോഡിംഗ് ഉണ്ട്. അതിന് ദൈവം വെച്ചേക്കുന്ന നിയമമുണ്ട്. അത് യേശുവിൻ്റെ
നാമത്തിൽ ഉള്ള സംഭവം മാത്രമല്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തവും പരിശുദ്ധാത്മൻ്റെ അഗ്നി മാത്രമല്ല, വ്യത്യസ്ത കോഡിങ്ങളാണ്. ഇലുമിനാറ്റികളെ ബ്രേക്ക് ചെയ്യാൻ കോഡിംഗ് ഉണ്ട്, ഫ്രീമേസനെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ കോഡിംഗ് ഉണ്ട്, അതിൻ്റെ റാങ്ക്, ശക്തികൾ, ടൈപ്പുകൾ, വ്യത്യസ്ത പൂജകളും കാര്യങ്ങളും ഉള്ളതുപോലെ തന്നെ അതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പകർന്നു നൽകുകയും അന്ത്യനാളുകളിൽ യേശു കർത്താവിൻ്റെ രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യും. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ കരിസ്മാറ്റിക് ഗ്രൂപ്പ്, നിങ്ങളുടെ ചർച്ചുകൾ, നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ടൊക്കെ ഇരുന്ന് ഇത് നിങ്ങളിത് വാച്ച് ചെയ്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്യണം, ഡിബേറ്റ് ചെയ്യണം, ഓരോ വിഷയങ്ങളെടുത്ത് നിങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ എന്താണ് സ്വാപ്പിങ്, എന്താണ് സോൾ ട്രേഡിങ്, എന്താണ് അതിൻ്റെ ആരാണ്, എന്നിട്ട് നിങ്ങൾ എന്നെയും പഠിപ്പിക്കണം. നമ്മളൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ ഇമെയിൽ അയച്ച് അല്പം കൂടെ നിങ്ങൾക്ക് ആഴത്തിലുള്ള ബോധ്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഷെയർ വിത്ത് മീ. ഓക്കെ, ഐ ഡോണ്ട് നോ എവറിത്തിങ്. ഓക്കെ, എനിക്കെല്ലാം ഒന്നും അറിയത്തില്ല, എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്കും ഷെയർ ചെയ്താട്ടെ. നിങ്ങൾ അനേകം ആൾക്കാർ സ്വപ്നങ്ങളൊക്കെ എനിക്ക് അയക്കുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ആ സ്വപ്നങ്ങളെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇറക്കാം. കാരണം ഒരു 50-60 ഇമെയിലുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ സർപ്പൻ്റെയും സ്പിരിറ്റുകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ട നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഒരു ലൈവിലോ അല്ലെങ്കിൽ നമ്മുടെ മെൻറ്ററിങ് ക്ലാസ്സിലോ ആ സ്വപ്നങ്ങളെല്ലാം 1 by 1 ആയിട്ട് നമുക്ക് ഗോ ത്രൂ ചെയ്ത് അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് വിശദീകരിക്കാം. നിങ്ങൾ അയക്കുന്നതിനകത്ത് മടിക്കേണ്ട, നിങ്ങൾ അയച്ചാട്ടെ. ഞാൻ അതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് വി വിൽ ഗോ ത്രൂ 1 സെഷൻ. അല്ലെങ്കിൽ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം മുമ്പോട്ട് പോയെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഈ സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുമിപ്പിച്ച് ചേർത്ത് ഓരോ കുടുംബങ്ങളെയും താഴ്മയോടെ ഞാൻ സമർപ്പിക്കുന്നു. അന്ത്യകാലത്ത് യുദ്ധം ചെയ്യുന്നൊരു മണവാട്ടിയായി ഈ മക്കളെ കണ്ടതുകൊണ്ടാണല്ലോ ഈ ശുശ്രൂഷയുമായി, ഈ മിനിസ്ട്രിയുമായി ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും കർത്താവ് കണക്ട് ചെയ്യിപ്പിച്ചത്. കർത്താവിൻ്റെ കണക്ഷൻ ഇല്ലാത്ത ഒരാൾ പോലും കർത്താവെ ഈ മിനിസ്ട്രിയോട് ചേരരുത്. ഈ മിനിസ്ട്രിയിലൂടെ പഠിപ്പിക്കപ്പെടുവാനും ഉയർത്തപ്പെടുവാനും ദൈവ ശുശ്രൂഷയുടെ ലെവലുകളിലേക്ക് കർത്താവ് ഉയർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം ഈ ശുശ്രൂഷകളുമായിട്ട് കണക്ട് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആഴത്തിലുള്ള ആത്മീയ അറിവുകൾ പകർന്നു തരണം. ഞങ്ങളുടെ ചിന്തകളെ ഒന്ന് ജ്വലിപ്പിക്കണം. അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങളുടെ ചിന്തകളെ ഒന്ന് പ്രകാശിപ്പിക്കണം. ഇതൊക്കെ ഗ്രഹിക്കുവാനും ഹല്ലേലൂയ കർത്താവ് ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കുവാനും അന്ത്യനാളിൽ ഹല്ലേലൂയ ഒരു എൻ്റെയും റിവൈവൽ വരുമ്പോൾ തൻ്റെ ഇടത്തോടെ ആത്മീയ അറിവ് പ്രാപിച്ചവരായി, എല്ലാം അറിയാവുന്നവരായി ഹല്ലേലൂയ സാത്താൻ്റെ തലങ്ങളെ തകർത്തെറിയുവാൻ, ദുരാത്മാക്കളെ നശിപ്പിക്കുവാൻ, സാത്താനെ ജയിക്കുവാൻ യേശുവിൻ്റെ ആർമി ഉയർന്നു വരട്ടെ, പൊങ്ങി വരട്ടെ. ഹല്ലേലൂയ ഓരോ മക്കളും അതിനുവേണ്ടി ഒരുക്കപ്പെടട്ടെ. ഈ സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഈ മക്കളുടെ ആത്മാവ് ചൂടുപിടിക്കട്ടെ, ഇവരുടെ മനസ്സിനകത്തൊരു ചൂട് വരട്ടെ. ഹല്ലേലൂയ ചൂടോ തണുപ്പോ ഇല്ലാത്തവനാകാത്ത ഹല്ലേലൂയ ചൂടുള്ളവരായിട്ട്, എരിവുള്ളവരായിട്ട് യേശുവിന് വേണ്ടി അന്ത്യനാളുകളിൽ വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി എല്ലാവരും ഉയർത്തപ്പെടട്ടെ, എല്ലാവരും അതിനകത്ത് ഷാർപ്പനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മെസ്സേജുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവിക ദൂതന്മാർ അനേകം മക്കളിലേക്ക്, എൻ്റെയും ആർമിയുടെ യുദ്ധത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന മണവാട്ടിയായിട്ട് ഒരുക്കപ്പെടുന്ന വ്യക്തികളിലേക്കെല്ലാം തന്നെ ഈ മക്കളുടെ കരങ്ങളിലൂടെ അനേകർക്ക് വേണ്ടി ഇത് പാസ് ചെയ്യപ്പെട്ട് കൊടുക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുക്കപ്പെട്ടിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഫിസിക്കൽ മീറ്റിങ്ങിനെ കുറിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം രജിസ്റ്റർ ചെയ്തേട്ടെ. കാരണം അക്കോമഡേഷൻ ഫെസിലിറ്റികളിലൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡോർമെട്രി ഫെസിലിറ്റി ഒക്കെ ഇപ്രാവശ്യം ഒത്തിരി കോർഡിനേറ്റേഴ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മെയ് 15 തൊട്ട് നിങ്ങൾക്ക് ഹോട്ടൽ അക്കോമഡേഷൻസ്, ഡോർമെട്രിയുടെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. മെൽബണിൽ നമ്മുടെ മീറ്റിങ്ങുകൾ ഓഗസ്റ്റ് മാസത്തിൽ എല്ലാ രജിസ്ട്രേഷൻ ലിങ്കുകളും നിങ്ങളിപ്പോൾ വാച്ച് ചെയ്യുന്ന ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ നമുക്ക് ഓഗസ്റ്റ് 15, 16, ബാംഗ്ലൂരിൽ ഓഗസ്റ്റ് 21, 22, മുംബൈയിൽ നമുക്ക് ഓഗസ്റ്റ് 29, 30, 31 തീയതികളിൽ, അയർലൻഡ് ഡബ്ലിനിൽ സെപ്റ്റംബർ 12, 13, 14, സ്വീഡനിൽ സെപ്റ്റംബർ 16, 17, യു കെയിൽ നമുക്ക് ലണ്ടനിൽ സെപ്റ്റംബർ 19, 20, ലാറ്റ്വിയയിൽ സെപ്റ്റംബർ 26, 27, USA ഫിലാഡൽഫിയ ആൻഡ് USA ഷിക്കാഗോ കഴിഞ്ഞ വർഷം ചെയ്ത അതേ വെന്യൂവിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ദുബായിൽ നമുക്ക് നവംബർ 14, 15 തീയതികളിൽ ശുശ്രൂഷകളുണ്ട്. കേരളത്തിലെ 3 മീറ്റിങ്ങുകൾ നമ്മൾ സോണൽ ബേസ്ഡ് ആണ് ചെയ്യുന്നത്. ജോൺസൺ ഗോമസ് ബ്രദറാണ് ചാലക്കുടിയിലെ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അനേകം ഡോർമെട്രികൾ അദ്ദേഹം ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ദൂരദേശത്ത് വരുന്നവർക്കൊക്കെ താമസിച്ച് വളരെ ചുരുങ്ങിയ പ്രൈസിനകത്ത് താമസിച്ച് ഈ 2 ദിവസത്തെ ധ്യാനങ്ങൾ, കോൺഫറൻസിൽ കൂടാനുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. നവംബർ 28, 29 തിരുവല്ലായിലും അതുപോലെ അനേകം ഡോർമെട്രി ഫെസിലിറ്റികൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. സണ്ണി ബ്രദറാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഡിസംബർ 5, 6 ട്രിവാൻഡ്രത്ത് നമുക്ക് സജി ഹെൻറി ബ്രദർ അനേകം ഇപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഡിസംബർ 12, 13 ബാപ്റ്റിസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവ് ചെയ്ത് അതിൻ്റെ രജിസ്ട്രേഷനുകളും ചെയ്യുന്നാട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മിനിസ്ട്രി സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക്
ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മിനിസ്ട്രിക്ക് പോലും തരണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് നേരിട്ട് ചില കോർഡിനേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ അവർ പറയും ഇന്ന ഹാളിൻ്റെ റെൻ്റലിന് ഇന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. മിനിസ്ട്രിക്ക് പോലും തരണമെന്ന് നിർബന്ധമില്ല. ബട്ട് എനിവേ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താട്ടെ, അത് വലിയൊരു അനുഗ്രഹമാകും. നമ്മുടെ വർഷിപ്പ് വോയിസസിനെ കുറിച്ച് വേഗം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ വർഷിപ്പ് വോയിസ് നസ്രത്ത് മിനിസ്ട്രീസിൻ്റെ വർഷിപ്പ് ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം നിങ്ങൾക്ക് പാടാനുള്ള കൃപകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരാധന നയിക്കാനുള്ള കൃപകളുണ്ടെങ്കിൽ നിങ്ങൾ ആ വർഷിപ്പ് ടീമിൻ്റെ വോയിസസിൻ്റെ കോമ്പറ്റീഷനിൽ നിങ്ങൾ പങ്കെടുത്താട്ടെ. അതിൻ്റെ എലിമിനേഷൻ, അതിൻ്റെ ഫസ്റ്റ് റൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ജൂൺ മാസത്തിൽ മുഴുവൻ കോമ്പറ്റീഷൻ തീർത്ത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലെ മീറ്റിങ്ങുകൾ ചെയ്യുമ്പോൾ, മറ്റു സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ ആരാധനയ്ക്ക് നിങ്ങൾക്കും ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ആരാധനകൾക്ക് അവസരമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം നന്നായിട്ട് പാടുപാടും ആരാധിക്കും, പക്ഷേ അവസരങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇതൊന്ന് ഇൻഫോം ചെയ്തായിട്ട് അവരൊക്കെ വന്ന് ആ കോമ്പറ്റീഷനിലൂടെ പോയിട്ട് അവർക്ക് അങ്ങനെയുള്ള കഴിവുകളുണ്ടെങ്കിൽ നസ്രത്ത് മിനിസ്ട്രീസിൻ്റെ വർഷിപ്പ് ടീമിൻ്റെ പാർട്ടാകാൻ സാധിക്കും. അത് വലിയ അനുഗ്രഹമാകും. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഏപ്രിൽ 26 നമ്മൾ എടുക്കുന്നത് ഡെലിവറൻസ് ഫ്രം സെക്ഷുവൽ ഡ്രീംസ്, ലൈംഗിക സ്വപ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷയാണ്. ഏപ്രിൽ 26 സൂം ഐ ഡിയും പാസ്വേഡ് നിങ്ങൾ കളക്ട് ചെയ്യണമേ. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ മിനിസ്ട്രിയുടെ വാട്സാപ്പിലും ഇമെയിലിലും അയച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് മിനിസ്ട്രിയുടെ ഇമെയിൽ ഗ്രൂപ്പിൻ്റെ പാർട്ടാകണമെങ്കിൽ നിങ്ങൾ ദയവേത് വെബ്സൈറ്റിൽ ചെല്ലുക. മിനിസ്ട്രിയുടെ വെബ്സൈറ്റ് www.nasratministriesglobal.org. അതിൻ്റെ ഏറ്റവും താഴെ ഈ ന്യൂസ് ലെറ്ററിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ലിങ്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്താൽ മിനിസ്ട്രിയുടെ ഗ്രൂപ്പ് ഇമെയിലിൻ്റെ പാർട്ടാകും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാസത്തിൽ 2 പ്രാവശ്യം ഓട്ടോമേറ്റഡ് ഇമെയിൽ സൂം ഐ ഡിയും പാസ്വേഡ് ഉൾപ്പെടെ ലഭിക്കും. സൂം ഐ ഡിയും പാസ്വേഡ് എല്ലാ മാസത്തിലും വ്യത്യാസമായിരിക്കും. കഴിഞ്ഞ മാസത്തിൽ അനേകം പേർക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല, കാരണം അവർ ഫെബ്രുവരി മാസത്തിൽ ഉപയോഗിച്ച സൂം ഐ ഡിയും പാസ്വേഡും കൊണ്ടിരിക്കുമായിരുന്നു. സൂം ഐ ഡി ആൻഡ് പാസ്വേഡ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഹാലലൂയ. അത് ശ്രദ്ധിച്ചാട്ടെ. കർത്താവ് നിങ്ങളെ സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനും നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഗോഡ് ഈസ് വെരി ഗുഡ്. കർത്താവ് ഇത്ര അർത്ഥങ്ങളും ആഴങ്ങളും ഈ വിഷയങ്ങൾക്കകത്ത് നമുക്ക് തരുന്നു. മറ്റുള്ളവരിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാക്കി കർത്താവ് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നു. ഈ മിനിസ്ട്രിയിലൂടെ നിങ്ങളുടെ ശുശ്രൂഷകൾ ഓരോന്നും പൊങ്ങി വരണം. മെൻറ്ററിംഗ് ക്ലാസ്സിനെ കുറിച്ച് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. മെയ് മാസം ഫസ്റ്റ് സാറ്റർഡേ നമ്മൾ മെൻറ്ററിംഗ് ക്ലാസ്സിൻ്റെ ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു ക്ലാസ് മിസ് ചെയ്യല്ലേ. വരുന്ന ആഴ്ചയിൽ തന്നെ നമ്മൾ അതിൻ്റെ സൂം ഐ ഡിയും പാസ്വേഡും ഇമെയിൽ വഴി രജിസ്റ്റർ ചെയ്ത എല്ലാ വ്യക്തികൾക്കും അയക്കുന്നുണ്ട്. 1085 പേര് രജിസ്റ്റർ ചെയ്തു. സോ അതുകൊണ്ട് ഒറ്റ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ നിങ്ങൾ 2ആയിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒരു ഡിവൈസിൽ നിന്ന് വാച്ച് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സൂം ഐ ഡിയും പാസ്വേഡും വേഗം വരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അതിനുശേഷം നമുക്ക് മെയ് മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം. പിന്നീട് നമ്മൾ കൂടുതലായിട്ടും പ്രൊഫറ്റിക് ട്രെയിനിങ് ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അർത്ഥങ്ങൾ, ദർശനങ്ങളുടെ അർത്ഥങ്ങൾ, എങ്ങനെയാണ് ഈ ദർശനങ്ങൾ കാണുന്നത്, ദൈവശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണ്, ഇന്ന വിഷൻസ് ഡ്രീമുകളുണ്ട്, അതിൻ്റെ അർത്ഥം. വി ആർ ഗോയിങ് ടു ഗെറ്റ് എ പ്രൊഫറ്റിക് ഡിക്ഷണറി, അല്ലെങ്കിൽ അതിനെ ഞാൻ ഇങ്ങനെ വിളിക്കുന്നത് ലേണിംഗ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഭാഷ പഠിക്കാൻ പോവാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഭാഷ പഠിച്ചാൽ നമുക്ക് ഡെലിവറൻസ് ശുശ്രൂഷകളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാകും. ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ മൈറ്റ്ലി. ഇന്ന് ജോയിൻ ചെയ്തതിന് ഇപ്പം നന്ദി പറയുന്നു. ഷെയർ ചെയ്യാൻ മറന്നുപോലെ. കർത്താവ് നിങ്ങളെ സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. നമുക്ക് ഒരുമിച്ച് വളരാം. യേശു കർത്താവിൻ്റെ രാജ്യത്തെ വളർത്താം. ജീസസ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.